മുഖത്തോട് മുഖം ഒന്ന് നോക്ക്, എന്നിട്ട് വേണം അന്യഭാഷ പറയാൻ. ഇല്ലെങ്കിൽ കർത്താവ് എന്തോ ചെയ്യത്തില്ല, കേൾക്കത്തില്ല. വൈറ്റും കൂടെ വരണമെന്ന് വിചാരിച്ചാണ്, ഇനി വരുന്നില്ലെന്നാണ് ഇപ്പം തീരുമാനം പുതിയ തീരുമാനം എടുത്തോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തോട് സംസാരിക്കുന്നതാണ് എന്തോന്ന് പ്രാർത്ഥന. പക്ഷെ ആ സംസാരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ എന്തോ പാടില്ല, ഇത് പകരപ്പെടാൻ ദ്രവാവസ്ഥയിലേക്ക് വരണം, ഇതിൻ്റെ കഠിനത മാറണം, എങ്കിലേ ദൈവത്തോട് സംസാരം നേരെയാവുകയുള്ളൂ. സ്തോത്രം. അത് മറന്നു പോകല്ലേ. അടുത്തൊരു വാചകം പറയും, രണ്ടാമത്തെ വാചകം ശ്രദ്ധിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ ആത്മതപനം ചെയ്യുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്തോ ചെയ്യുന്നു? ആത്മതപനം ചെയ്യുന്നു എന്ന് പറഞ്ഞ പാപബോധത്തോടെ, കുറ്റബോധത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തരണേ 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 എന്ന് പറയുന്നതിലധികം കഴുകണമേ 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 എന്ന് പറയണം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? സാധാരണ പ്രാർത്ഥനയിൽ തരണേ തരണേ എന്ന് ചോദിച്ചു, കുഴപ്പമില്ല. ഹന്ന പറയുന്നത് എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം, എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല, പിന്നെന്താ, ഒരു പുരുഷ സന്താനത്തെ, ഒരു കുഞ്ഞിനെ തന്നാൽ പോരാ, ആണോ പെണ്ണോ, നോ, അത് വിഷയമല്ലെന്നല്ല അവൾ പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നെ തരണം. അതിൻ്റെ കാരണം എന്താ? അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താ? ആൻറ്റിമാര് പറഞ്ഞേ, സഹോദരി വൃന്ദങ്ങൾ പറ, മാതാക്കൾ പറ. വിവാഹം കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഹന്നായിക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ പോരെ? അമ്മയാണെന്നുള്ളത് സമൂഹത്തെ കാണിക്കാൻ, പെനിന്നയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ പോരെ? പക്ഷെ അവിടെ പ്രാർത്ഥന വിഷയം അതല്ല. പിന്നെന്താണ്? ഒരു പുരുഷ സന്താനത്തെ തരണം എന്ന് പറഞ്ഞാൽ ഏലിയുടെ മക്കൾ പിഴച്ചുപോയ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നിർത്തി ഇസ്രായേലിനെ വീണ്ടെടുക്കണം. മനസ്സിലായില്ലേ? തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ തലമുറയെക്കുറിച്ച് അവൾക്കൊരു ദർശനമുണ്ട്. എൻ്റെ വന്ധ്യമായ എൻ്റെ ആ ഉദരത്തെ, എൻ്റെ ഗർഭപാത്രത്തെ സജീവമാക്കി വന്ധ്യ എന്നെ ലേബല് മാറ്റിയെടുത്താൽ, എന്നിട്ടൊരു പുരുഷ സന്താനത്തെ തരികയാണെങ്കിൽ ഞാൻ അവനെ നിനക്ക് തന്നോളാം. സ്വതന്ത്രം. വഴിപടച്ചു പോകുന്ന തലമുറയെ കണ്ടിട്ട് സ്വന്തം തലമുറയെ ദൈവത്തിന് വേണ്ടി നിർത്താൻ താല്പര്യമുള്ള ആത്മഭാരം എത്ര പേർക്കുണ്ട്? സ്തോത്രം. അത് ദൈവത്തോട് അർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ വിഷയമാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാപിച്ച ശമൂവേലിനെ വളർത്തിയ രീതി എത്ര ഗംഭീരമെന്നറിയാമോ? സ്തോത്രം. ശ്രദ്ധിക്കണം, പപ്പന്മാരും മമ്മിമാരും ശ്രദ്ധിക്കണം. ഹോഫനിയും ഫിനഹാസും ആരുടെ മക്കളാ? ഏലിയുടെ മക്കളാ. അവന്മാർ രണ്ടെണ്ണം പിഴച്ചു പോയ അതേ തട്ടകത്തിനെ വളർത്തി ദൈവത്തിന് മനുഷ്യർക്ക് പ്രീതിയുള്ളവരായി. ഞാൻ പറഞ്ഞ വാദ്യം എത്ര പേർക്ക് മനസ്സിലായി? ഹോഫനിയും ഫിനഹാസും എന്ത് ചെയ്തു പോയി? പിഴച്ചുപോയി അതേ ഇടത്താണ് ശമൂവേലിനെ ഹന്ന വളർത്തിയത്. അവൻ പിഴച്ചു പോയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ പിഴച്ചു പോകുന്നത് ഫോർട്ട് കൊച്ചിയിലായതുകൊണ്ടാ, കോട്ടയത്തായതുകൊണ്ടാ, കോളനിയിലായതുകൊണ്ടാ, കൂട്ടുകെട്ടുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ന്യായം അബദ്ധമാണ്, വളർത്തു ദോഷമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? കണ്ണുനീര് ദൈവസന്നിധിയിൽ ഒഴുക്കാത്തത് കൊണ്ടാണ്. ATM കാർഡ് പിള്ളേരുടെ കൊടുത്തിട്ടുണ്ട് കൈകാര്യം ചെയ്യാൻ, പക്ഷേ കണ്ണുനീര് ദൈവസന്നിധിയിൽ വേണ്ടും പോലെ കൊടുത്തില്ലെങ്കിൽ തലമുറ അന്യാധീനപ്പെടും. ഹന്ന ദൈവസന്നിധിയിൽ നിലവിളിക്കുമായിരുന്നു. മുലകൂടി മാറിയപ്പോഴേ ആലയത്തിൽ കൊണ്ട് കൊടുത്തിട്ട് പുരോഹിതനോട് പറയുക, ഈ ബാലന് വേണ്ടി അത്രയും ഞാൻ പ്രാർത്ഥിച്ചു, അവനെ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ വർഷത്തിലൊരിക്കൽ കുഞ്ഞിനെ കാണാനൊരു പോക്കുണ്ടവള്. ആ പോകുമ്പോൾ കയ്യിലൊരു പൊതിയുണ്ട്. എന്തോ പൊതി? കുഴിമന്തി. ഹന്ന ശമൂവേലിന് കൊണ്ടുവന്ന പൊതി എന്തോ? പുരോഹിതനിടുന്ന കുപ്പായത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ്. ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചാന്ന് ചോദിച്ചാൽ അവൾ പറയും, കടയെന്നോ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, ഞാൻ കൈകൊണ്ട് നൂൽത്തതായത്, ഞാൻ നെയ്ത് കാണിക്കുന്നത്. എന്തോന്നറിയാമോ? എൻ്റെ കുഞ്ഞ് വളർന്നു വന്നാൽ ആരാകണം? ഒരു ശുശ്രൂഷകനാകണം. എൻ്റെ കുഞ്ഞ് വളർന്നു വന്നാൽ ശുശ്രൂഷകനാകണമെന്നുള്ള ദർശനത്തോടുകൂടെ കുഞ്ഞിനെ വളർത്തി. അതുകൊണ്ട് വളർത്തു ദോഷം പറ്റിയില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തോ വാങ്ങിച്ചു കൊടുക്കും? സ്വന്തമായിട്ടൊരു നല്ല വേദോസം വാങ്ങിച്ചു കൊടുത്ത് എത്ര പേരുണ്ട്? അപ്പനും അമ്മയും ഉപയോഗിച്ച് പഴകിപ്പോയത് കൊച്ചിന് ഇത് നീ ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണോ, അതോ കൊച്ചു പ്രായമായി വന്നപ്പോഴത്തേക്ക് നല്ലൊരു പാട്ടോസവും നല്ലൊരു വേദോസവും ഒക്കെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എങ്കിലത് ഗുണം വരും. തോക്ക് വാങ്ങിച്ചു കൊടുത്തു കൊച്ചിന്, അവനതുകൊണ്ട് നടന്ന് വെടിവെക്കാൻ തുടങ്ങി. വണ്ടി വാങ്ങിച്ചു കൊടുത്തു, വണ്ടി PP കളിച്ച് അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നവനായി പോയെങ്കിലും ഒരു കുറ്റവും പറയാനില്ല. കാരണം നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് എന്തുവാ? അതാ സംഭവം.
ഈ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതിനകത്തും ദൈവശാസ്ത്രമുണ്ട്, അറിയാമോ? ഹന്ന കുഞ്ഞിന് വർഷാവർഷം കൊണ്ട് കൊടുക്കുന്നത് പുരോഹിതന്റെ വസ്ത്രമാ. അതുകൊണ്ട് അത് ഇട്ട് നടന്ന് ഇവൻ പുരോഹിതനായി മാറി. അതാണ് അതിൻ്റെ വസ്തുത. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹന്നയുടെ പ്രാർത്ഥന വിഷയം ഒരു കുഞ്ഞെന്നുള്ളതാണ്. അതവൾ ദൈവത്തോട്. പക്ഷെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ തൻ്റെ ആവശ്യങ്ങളുടെ ആവലാദികളുടെ വേവലാദികളുടെ വിളമ്പലല്ല, പകരം ആത്മദവനമാണ്. ഒരു വാക്യം വേഗം ഒന്ന് വായിക്കാമോ? ദാനിയേൽ പ്രവചനം എടുത്തേ, 9-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം, അതിൻ്റെ 3 മുതൽ 6 വരെ താഴേക്കുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച് 3-ാം വാക്യം ഒന്ന് വായിച്ച് ആദ്യം. ദാനിയേൽ പ്രവചനം. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും. ശ്രദ്ധിച്ചു കേൾക്കണം. ഉപവസിച്ചും രട്ടെടുത്ത് വെണ്ണീരിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. പിന്നെ എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞതെന്നാൽ തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പാലിക്കുന്നവനായുള്ള മഹാനും ഭയങ്കരമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്ത് വികടമായി നടന്ന്. കണ്ടോ? ഞങ്ങൾ പാപം ചെയ്തു 1, 2 വികലമായി നടന്നു. പിന്നെ ദുഷ്ടത പ്രവർത്തിച്ചു 3 ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറി. പിന്നെ ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. 6 കൂട്ടം കാര്യങ്ങൾ എണ്ണി പഠിച്ചോണം അവിടെ. ഇതെപ്പോഴാ ഇങ്ങനെ ഏറ്റുപറയാൻ തോന്നിയെന്നറിയാമോ? പറ, എൻ്റെ കൂടെ ഉണ്ടോ? എപ്പോഴാ ഇത് ഏറ്റുപറയാൻ തോന്നിയത്? ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോഴാ. സാധാ പ്രാർത്ഥനയിലല്ല ഏറ്റുപറച്ചിൽ. പിന്നെ എപ്പോഴാ? ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ. ഞങ്ങൾ വഴിതെറ്റി നടന്നു, ഞങ്ങൾ വികലമായി നടന്നു, ഞങ്ങളോട് സംസാരിച്ച പ്രവാചകന്മാരുടെ ശബ്ദം ഞങ്ങൾ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. ഞങ്ങൾ പാപം ചെയ്തു. ഇങ്ങനെ അക്കമിട്ട് ജീവിതത്തിൻ്റെ പാപങ്ങളെ, ദോഷങ്ങളെ ഏറ്റുപറയാൻ കഴിയണമെങ്കിൽ എന്തോ ഇതേ പറ്റുള്ളൂ? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ തൻ്റെ ആവശ്യം ദൈവത്തോട് പറയുന്നു. ഉപവസിക്കുന്നവൻ എന്തോ ഉണ്ടാകുന്നു? ആത്മതപനം ഉണ്ടാകുന്നു. വ്യത്യാസം മനസ്സിലാക്കണം. ആത്മതപനത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ ക്ലിയറാകും. ദൈവം ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഞാൻ 21 ദിവസം ഉപവസിച്ചപ്പോൾ കാര്യം നേരെയായി എന്ന് ചിലർ സാക്ഷി പറയുന്നതിൻ്റെ കാരണം എന്താ? ഈ 21 ദിവസം ഇരുന്ന് ദൈവത്തോട് ആത്മതപനം ചെയ്തപ്പോൾ അനുഗ്രഹത്തിൻ്റെ തടസ്സം അങ്ങ് മാറി. നന്മകൾ നമ്മിലേക്ക് അങ്ങ് വരാനിടയായി. അനുഗ്രഹമൊന്നും ആരിലേക്ക് ബലമായി പിടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്ലിയർ ആകാത്തിടത്തോളം 21 41 ഇരുന്നാലും കാര്യങ്ങൾ നേരെയാകത്തില്ല. ആത്മതപനം ചെയ്ത് പാപം ഏറ്റുപറയണം. ദൈവസന്നിധിയിൽ അക്കമിട്ട്. നിസ്സാരക്കാരനാണോ? യഹോവയ്ക്ക് ഏറ്റവും പ്രിയ പുരുഷനാണ്. 3 നേരം പ്രാർത്ഥിക്കുന്നയാളാ. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥന മുടക്കാത്ത ഒരു മഹാമനുഷ്യനാ. അദ്ദേഹം പറയാ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികലമായി സംസാരിച്ചു, ഞങ്ങൾ വഴിതെറ്റി നടന്നു, ഞങ്ങളുടെ പ്രവാചകന്മാരെ ഞങ്ങൾ ധിക്കരിച്ചു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോണേ. 3, 4, 5, 6 വാക്യങ്ങൾ പിന്നീട് വായിച്ചോണം. അതുകൊണ്ട് ഞാൻ കുറിച്ചെടുക്കണമെന്ന് പറഞ്ഞ് എല്ലാം വായിച്ച് കേൾപ്പിച്ചു പോകാൻ നേരമുണ്ടാകില്ല. അതുകൊണ്ട് ആത്മതപനം ചെയ്യുന്ന ആരാണ്? ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ. സ്തോത്രം, ഹല്ലേലൂയ. അത് മറന്നു പോകരുത്. അടുത്തത്, വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കുക. വചനം വായിക്കുന്നവനോട്. ഉപവസിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ വചനം വായിക്കുന്നവനോട് ദൈവം എന്തോ ചെയ്യുന്നു? ആ ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? വേദപുസ്തകം വായിക്കുന്ന ശീലം എത്ര പേർക്ക്? ആ വചനം വായിക്കുന്നതിലൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദ ലോർഡ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ. വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ദാനിയേൽ പ്രവചനം 9:1-2. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യസന്തതിയുള്ള അഹശ്വേരോശിന്റെ 1-ാം ആണ്ടിൽ അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം ദാനിയേൽ അന്യദേശത്തിൽ നിന്ന് എന്തോ ചെയ്തു? വായിച്ചു. കഷ്ടതയുടെ ഭൂമികയിൽ ഇരുന്നു കൊണ്ട് വചനം വായിക്കാൻ മനസ്സ് കാട്ടിയ ദാനിയേൽ വീട് വിട്ട് പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ കയ്യിലെടുത്തു പിടിച്ചത് യഹോവയുടെ വചനത്തിൻ്റെ ചുരുള. സ്തോത്രം. വീട് വിട്ട് ഓടേണ്ടി വരുന്ന പറഞ്ഞാൽ എന്തോ എടുത്തോണ്ട് ഓടുന്നു എന്ന് ചിന്തിച്ചു നോക്കി. പെട്ടെന്ന് എല്ലാവരും ഇറങ്ങി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞൊരു ഒരു
ഒരു മുന്നറിയിപ്പ് തന്നാൽ വീട്ടിൽ നിന്ന് എന്തോ എടുത്തോണ്ട് ഇറങ്ങും. നെബൂഖദ്നേസർ വന്ന് ചുറ്റും ഭയങ്കരമായിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടാക്കി. ഒരുമാതിരി രോഗികളെയും ക്ഷീണിതരായവരെ ഉപേക്ഷിച്ചു. ചെറുത്തു നിന്നവരെ വെട്ടി നിരത്തി, കരുത്തുള്ളവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ നെബൂഖദ്നേസറിന്റെ യുദ്ധത്തടവുകാരായി പോകുന്ന കൂട്ടത്തിൽ ദാനിയേലിന്റെ കയ്യിൽ ഒരു ചുരുളുണ്ടായിരുന്നു. വേറെ വീട്ടിൽ നിന്നൊന്നും എടുത്തില്ല. എന്തോ എടുത്തു? ഒരു ചുരുള്. വേറെ കുറെ ചെറുപ്പക്കാരുടെ കയ്യിൽ കിന്നരം ഉണ്ടായിരുന്നു. അതാണ് 137 സംഖ്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, ഇസ്രായേലിനെ ഓർത്തപ്പോൾ ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ അലരി വൃക്ഷത്തിൻ്റെ മേൽ എന്തോ ചെയ്തു. ഈ കിന്നരം അവിടെ ചെന്ന് വാങ്ങിച്ചല്ല, ഇതെവിടുന്നാ? വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാ. ഇറങ്ങി ഓടിയപ്പോഴും ആരാധന മറന്നില്ല, ഇറങ്ങി ഓടിയപ്പോഴും വചനം മറന്നില്ല. ഇറങ്ങി ഓടാൻ പോകുന്ന ഒരു സന്ദർഭത്തിലും ദൈവവചനം മറക്കാതെ, ദൈവവചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുകൊണ്ട് ഓടിയവൻ ഹല്ലേലൂയ കെബാർ നദിയുടെ തീരത്തിരുന്ന് ആരാധിക്കുന്നു. യുദ്ധത്തടവുകാരല്ലേ അവിടെ. അങ്ങനെ ഇനി എന്താ സ്ഥിതി എന്ന് ഓർത്ത് ഇങ്ങനെ വല്ലാതിരിക്കുമ്പോൾ ദാനിയേലിന് തോന്നിയ ഒരു കാര്യം, ദൈവവചനം വായിക്കാം. കർഷതയും ദുഃഖവും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ വചനം വായിച്ച് ആശ്വാസം കൊള്ളുന്ന എത്ര പേരുണ്ട്? ഇതുവരെ അങ്ങനെ ശീലമില്ലെങ്കിൽ തുടങ്ങിക്കോണം ഈ 9ാമത്തെ പകൽ മുതലേ. ദൈവവചനം എന്തോ ഇതോണം, വായിക്കുന്നവനോട് ദൈവം എന്തോ ഇതുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവശബ്ദം കേൾക്കണം, എന്തോ ചെയ്യണം? വചനം വായിക്കണം. ഇപ്പം നമുക്ക് ഈ എഴുത്ത് വായിക്കുന്ന ശീലമൊന്നുമില്ലല്ലോ. ഇപ്പം ആരും എഴുതാറില്ലല്ലോ. പണ്ട് എഴുത്ത് അതൊരു ഭയങ്കര സംഭവമായിരുന്നല്ലേ. ഞാൻ 86, 87, 88, 89 കാലങ്ങളിലാണ് ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ചത്. അന്ന് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. വീട്ടിലും ഫോണില്ല, കോളേജിൽ ഫോണുണ്ട്. അത് പിള്ളേർക്കൊന്നും ഉപയോഗിക്കാനും പറ്റത്തില്ല. ലാൻഡ് ഫോണാണ്, അതെല്ലാവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നാട്ടിൽ വല്ല മരണമൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇവർ ട്രങ്കോൾ ബുക്ക് ചെയ്ത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒക്കെ കിട്ടുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതൊന്നും ഫോൺ വിളിയൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എഴുത്താണ്. ഇവിടെ നിന്നൊരു കത്തയച്ചാൽ അതങ്ങ് സംസ്ഥാനങ്ങൾ താണ്ടി ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് ഗുരുഗോണിലെത്തി, ഗുരുഗോണിൽ നിന്ന് ഡൻകോട്ട് വഴി കോളേജിലെത്തുമ്പോഴത്തേക്ക് ഒരു മാസം 1.5 മാസമാകും. മനസ്സിലായില്ലേ? 3 ദിവസം കൊണ്ട് കത്ത് കിട്ടുന്നതൊന്നും അല്ല ആ കാലത്ത്. ഈ കത്തിങ്ങനെ ചായയുടെ സമയത്ത് വൈകിട്ട് മാനുവൽ വർക്ക് കഴിഞ്ഞ് 5:45, 6 മണിയാകുമ്പോൾ കത്ത് വിതരണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീർപ്പടക്കി നിൽക്കുകയാണ്. 100-500 പേരുണ്ട് സ്റ്റുഡൻസ് ലീഡറിൽ നിന്ന് ഓരോ കത്ത്, ഒരു കെട്ട് കത്തം കൊണ്ട് വെച്ചിട്ട് ഓരോന്നിങ്ങനെ. അപ്പോൾ അടുത്ത എൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുക. 30 ദിവസം നിന്നാലും ചിലപ്പോൾ ഒരു വിളിയും ഉണ്ടാകത്തില്ല. നിരാശയോടെ പോകേണ്ടി വരും. ചില ദിവസങ്ങൾ കത്ത് കിട്ടും. അത് ഭയങ്കര സന്തോഷമാണ്. ഈ കത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ച് വായിക്കാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചോട് നടക്കും കുറേ നേരം. അഡ്രസ്സ് കാണുമ്പോഴേ അറിയാം വീട്ടിൽ നിന്നാണ്, പപ്പ എഴുതിയത്, അല്ലെങ്കിൽ സഹോദരിമാരാ, മമ്മിയാണെന്നൊക്കെ അറിയാൻ. പൊട്ടിച്ചങ്ങോട്ട് വായിക്കുമ്പോഴേ കണ്ണങ്ങെന്ന് അറിയും, അക്ഷരങ്ങൾ കാണത്തില്ല. ആദ്യത്തെ വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. വാത്സല്യമുള്ള മകൻ അറിയുന്നതിന് വെളിപ്പാട് 1:6. അത് കൃത്യമായിരിക്കും. വെളിപ്പാട് 1:6. നമ്മളെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയ കർത്താവിന് സ്വോത്രം എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. നിങ്ങൾ നോക്കിക്കോണം. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു വാക്യം. എനിക്ക് തന്നിട്ടുള്ള എല്ലാ കത്തുകളിലും അദ്ദേഹം വെളിപ്പാട് 1:6 എഴുതിയിട്ടുണ്ട്. സ്വോത്രം. തൻ്റെ രക്തത്താൽ നമ്മെ പിടിപ്പിച്ച, നമ്മെ തൻ്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ച ദൈവത്തിന് സ്വോത്രം എന്ന് പറഞ്ഞൊരു വാക്യമാണ്. അതുകൊണ്ട് വായിക്കുമ്പോഴേ പൊട്ടി കരഞ്ഞു പോകും അവിടെ നിന്ന്. മനസ്സിലായില്ലേ? പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ എല്ലാം അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അതിനകത്തുണ്ടാവും. ആ കത്ത് വായിക്കുമ്പോഴുണ്ടല്ലോ, തൊട്ടരികിൽ നിന്ന് പപ്പ ചേർത്ത് നിർത്തി പറയുന്നത് പോലുള്ളൊരു അനുഭവമാണ്. അതിൻ്റെ താഴെ പപ്പായിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചായിരിക്കും അല്പസ്ഥലം കടമെടുത്തിട്ട് പെങ്ങന്മാരുടെ വക ഓരോരോ വാചകങ്ങൾ. ഇതെല്ലാം കൂടെ വായിക്കുമ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ നമ്മുടെ അരികിൽ നിൽക്കുന്നത് പോലെയാണ്. അങ്ങനാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, വചനമായവൻ ദൈവം വചനം ദൈവമാണ്. ഇത് വായിക്കുന്നവനോട് ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കും. പുസ്തകം അടച്ചു വെക്കരുത്, പുസ്തകം സിപ്പിട്ട് വെക്കരുത്. ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ചിലക്ക് പുസ്തക വായനയൊന്നുമില്ല. പള്ളി വരുമ്പോൾ ഉപദേശിക്ക് പറയുന്നത് കേട്ടിട്ടുള്ള പരിചയം, അതാണ് ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. അത് കേട്ടിട്ടുള്ള ഇടപാടല്ലാതെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയൊന്നും എന്തോ ചെയ്യത്തില്ല. പുസ്തകം വായിക്കത്തില്ല പലരും. പുസ്തകം വായിക്കാത്തവർ പറഞ്ഞു നടക്കുന്ന തെറ്റുവാചകങ്ങൾ കേൾക്കുമ്പോഴേ അറിയാം ഇവർ പുസ്തകം വായിക്കാത്തവരാണ്. ചിലർ സഭായങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്ന പോലെ. കണ്ടോ അതിൻ്റെ ഇടപാട്? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അങ്ങനെ വാക്യം വേദോത്സവത്തിലില്ല. ചില സഭായങ്ങൾ ഉപേക്ഷയായി വിചാരിക്കുന്നത് പോലെ എന്നൊരു വാക്യം വേദോത്സവത്തിലില്ല. പക്ഷെ നമ്മളെല്ലാം അത് പറഞ്ഞു നടക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ആ വാക്യം എങ്ങനെയാണെന്ന് ഇന്ന് വരെ നമ്മൾ എന്തോ ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ലാത്തത് കൊണ്ട്. സഭായങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് വിചാരിക്കുന്നത് പോലെ എന്നൊരു പ്രയോഗം മലയാളി കൂട്ടിച്ചേർത്തതാണ്. അറിയാമോ?
നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും, ബാക്കി പറ. അതെന്തോ കുരുക്കുണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് മിണ്ടായിരിക്കുന്ന. പിന്നെ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി, അങ്ങനെ വാക്യമുണ്ടോ? അങ്ങനെ വാക്യമില്ല. കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് വാക്യമില്ല, പുസ്തകത്തിലൊന്നും ഇല്ല. അത് സെൻട്രൽ പാസ്റ്ററും ഓവർസിയറും പ്രസിഡന്റും ചെയർമാനും എല്ലാം വിളിച്ച് പറയാറുണ്ട്. യൂണിയൻ കൺവെൻഷനും ഐക്യ കൺവെൻഷൻ ജനറൽ കൺവെൻഷനും ഒക്കെ തളികയിൽ അപ്പം മീഞ്ഞും എടുത്ത് വെച്ചോണ്ട് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളിത് ചെയ്യുക. അങ്ങനെ വാക്യമില്ല പൊന്നച്ച. പിന്നെ അങ്ങനെ വാക്യം വീഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്തോ ചെയ്യണം. അതാണ് ഈ കൂടി വരുമ്പോഴൊക്കെ എന്നെടുത്ത് പ്രയോഗിക്കുന്നത്. അങ്ങനെയൊന്നും വാക്യമില്ല. ദൈവത്തെ ആരാധിക്കുന്നവർ ആ മലയിലുമല്ല ഈ മല, അങ്ങനൊരു മലയില്ല ആൻറ്റി. ആ വാക്യം എങ്ങനെ കിടക്കുന്ന അറിയാമോ? ദൈവത്തെ ആരാധിക്കുന്നവർ ആ മലയിലുമല്ല യെരുശലേമിലുമല്ല, അങ്ങനെയാണ് വാക്യം. ആ യെരുശലേം നമ്മൾ ഇടിച്ചു നിരത്തിയിട്ട് അവിടെ മല പണിതിരിക്കുക. മലയാളി ഉണ്ടാക്കി വെക്കുന്ന ഓരോ കുരുക്കെന്നറിയാമോ? ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വചനം എന്തോ ചെയ്യുന്നില്ല, ആരാണ്ട് പറഞ്ഞത് കേട്ടോണ്ട് നമ്മളങ്ങ് നടക്കുക. അതെങ്ങനെയാന്ന് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അന്വേഷിക്കാത്തതാണ്. വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കും. സ്തോത്രം. അപ്പം നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് വരാം. ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത് യുദ്ധത്തടവുകാരനായി ഇരുന്ന സമയത്ത് ഇനി എന്ത് എന്ന ഒരു വിചാരം വന്നപ്പോൾ മനസ്സിലേക്ക് ഒരു നിയോഗം ഉണ്ടായി, വചനം വായിക്കേ. എന്നിട്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടിയ പുസ്തകമില്ലേ, അത് കളഞ്ഞിട്ടില്ലല്ലോ, അതൊന്നും തുറക്ക. അത് തുറന്നപ്പോൾ കിട്ടി, 70 വർഷം കൊണ്ട് ഈ പ്രവാസം മാറും. വേറെ ആർക്കും അത് കിട്ടുന്നില്ല, വചനം വായിച്ചവനും മാത്രമാണ് കിട്ടുക. ചില പ്രത്യേക വെളിപ്പാട് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന പുസ്തകം തുറക്കുമെങ്കിൽ, ഈ ദിവസങ്ങൾ കിട്ടുന്ന ഏകാന്തതയിൽ പുസ്തകം തുറക്കുമെങ്കിൽ ദൈവം ചില വെളിപ്പാട് തരും. ആ വെളിപ്പാട് വേറെ ആർക്കും കിട്ടുന്നതല്ല, നിനക്ക് മാത്രം കിട്ടുന്നതും നിന്നെ ഉയർത്തുവാൻ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നതുമായ ചില പ്രത്യേക ദൈവിക വചന വെളിപ്പാടുകൾ. ഹല്ലേലൂയ. അപ്പോൾ വചനം വായിക്കുന്നവനോട് ദൈവം എന്തോ ചെയ്യുന്നു? പിന്നെ ദാനിയേൽ അങ്ങ് ഷൈൻ ചെയ്യല്ലേ. ദാനിയേൽ എല്ലാവരോടും പറയും, യുദ്ധ തടവുകാരായ മുഴുവൻ ആളുകളോടും പറയുന്നു, പേടിക്കണ്ടാരും, വിഷമിക്കണ്ട, 70 വർഷം കഴിയുമ്പോൾ ഇതെന്തോ ചെയ്യും? മാറും. നമ്മുടെ പ്രവാസം, നമ്മുടെ കഷ്ടത, നമ്മുടെ നിന്ന, നമ്മുടെ ആക്ഷേപം ഒക്കെ എന്ന് മാറുമെന്നുള്ളതിനെ കുറിച്ച് വചനത്തിലൂടെ ഒരു കണ്ടെത്തൽ നടത്തിക്കോണം. എന്നും ഇങ്ങനെ അടിപ്പെട്ട് കിടക്കത്തില്ലെന്ന്, എന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്നും ഈ ലേബലിൽ നിൽക്കത്തില്ല. ആ ലേബല് കീറിക്കളയുന്നൊരു ദിവസമുണ്ട്, ആ ലേബല് കർത്താവ് മാറ്റി എഴുതുന്നൊരു ദിവസമുണ്ട്. അതെന്നാണെന്ന് വചന വെളിപ്പാട് പ്രാപിച്ചോണം. യെസ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വചനം വായിക്കുന്നവന് വ്യക്തിപരമായി വെളിപ്പാട് കിട്ടും. വചനം കൊണ്ട് വായിക്കണം നിരന്തരം. പുസ്തകം കൊണ്ട് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് കൊണ്ട് തുറക്കുമ്പോൾ കിട്ടുന്ന വാക്യം വായിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് കിടക്കരുത്. നിരന്തരം ഇതിനെ ധ്യാനിക്കണം. അക്ഷരങ്ങളിലൂടെ, വാക്കുകളിലൂടെ, വാചകങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് എന്തോ ചെയ്തുകൊണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ദാനിയേലിനോടൊപ്പം പിടിക്കപ്പെട്ടുകൊണ്ടുപോയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കാർക്കും കിട്ടാത്തൊരു വെളിപ്പാട് വചനം വായിച്ചവന് കിട്ടി. 70 വർഷമേ ഉള്ളൂ ദാര്യാവേശിന്റെ ദാർഷ്ട്യം. 70 വർഷത്തിനകത്ത് ഈ ബെൽസസറും അതുപോലെ നെബൂഖദ്നേസറും ഇവരെല്ലാവരും ഒടുങ്ങും. നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ മടങ്ങിപ്പോകും. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ പുനർനിർമ്മിക്കും. നമുക്കില്ലാതെയായത് നമ്മൾ നേടിയെടുക്കും. നമ്മുടെ അവകാശ ഭൂമിയിൽ നമ്മൾ കാൽ ചവിട്ടും. വചനം വായിക്കുന്നവന് ദൈവം വെളിപ്പാട് നൽകുന്നു. വചനം വായിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. ജീസസ്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നു. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്തോ ചെയ്യുന്നു? ആത്മതപനം ചെയ്യുന്നു. ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. ആരാധിക്കുന്നവൻ ദൈവത്തിന് വിളമ്പുന്നു. ആരാധിക്കുന്നവൻ എന്തോ ചെയ്യുന്നു? അപ്പൊ ഇത്രയും നേരം ആരാധനയൊക്കെ നടന്നിട്ട് ചുമ്മാ കൈയും കെട്ടിയിരുന്ന പുള്ളി ദൈവത്തിന് ഒന്നും എന്ത് ചെയ്തില്ല? ഇല്ല. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഭക്ഷണത്തിനിരിക്കുകയാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഹരിക്കാനിരിക്കുക. ദൈവത്തിന് ആഹരിക്കേണ്ടത് എന്താ? നമ്മുടെ അൽഫാമും ചിക്കനും ചപ്പാത്തിയും പൊറോട്ടയൊന്നും അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് ആരാധന, സ്തുതി, സ്തോത്രം. ദൈവം ഇരിക്കുന്ന സിംഹാസനം സ്തുതിയുടെ സിംഹാസനമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് എന്തോ കൊടുക്കണം? ആരാധന. അത് വിളമ്പുകയാണ്. എന്തോ വെച്ചാൽ വിളമ്പേണ്ടത്? എന്തോ നിങ്ങൾ വിളമ്പേണ്ടത്? സ്തുതി, സ്തോത്രം, പുകഴ്ച, ആരാധന, മഹത്വം.
അതിന് സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. ദൈവം ആരാണെന്നുള്ളത് വചനത്തിലൂടെ കണ്ടെത്തി ദൈവത്തോട് പറയണം. ദൈവമേ, അങ്ങ് സർവശക്തനാ, അങ്ങ് സർവജ്ഞാനിയാ, അങ്ങ് സർവവ്യാപിയാ, അങ്ങ് സർവാധികാരിയാ, അങ്ങ് മഹത്വവാനാ, അങ്ങ് മഹോന്നതനാ, അങ്ങ് മഹത്വ സിംഹാസനസ്ഥനാണ്. അങ്ങേപ്പോലൊരു ദൈവം വേറെയില്ല. അങ്ങേക്ക് തുല്യനായി വേറെ ആരുമില്ല. അങ്ങന്റെ സങ്കേതമാ, അങ്ങന്റെ ശരണമാ, എൻ്റെ കോട്ടയാ, എൻ്റെ പരിചയ, എൻ്റെ ശൈലമാ, എൻ്റെ അഭയസ്ഥാനമാണ്. ഹല്ലേലൂയ. അങ്ങനെ 10 കൂട്ടം അല്ല, 10-15 കൂട്ടം അല്ല, 10-20 കൂട്ടം അല്ല, 100 കൂട്ടം വാക്കുകളെ ഒന്ന് പഠിച്ചു വെക്കാൻ പറ്റുമോ? സ്തോത്രം. ആരാധിക്കുന്നവൻ ദൈവത്തിന് എന്തോ ചെയ്യാണ്. അപ്പൊ ദൈവത്തോട് നമുക്ക് അത്ര വലിയ താല്പര്യമാണെങ്കിലേ നമുക്ക് വിളമ്പി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവദാസന്മാരെയൊക്കെ സൽക്കരിക്കാൻ സന്തോഷമാണോ? കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു കഷ്ണം കൂടെ, ഒരു കഷ്ണം ചപ്പാത്തിയും കൂടെ കഴിച്ചു, അല്പം ചാറും കൂടെ എന്ന് പറഞ്ഞ് വിളമ്പാൻ തന്നെ ഞങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അല്ലേ ഞങ്ങളുടെ ഷേപ്പ് വേറെ ആയിപ്പോയെന്നെ. കാരണം എന്ന് സ്പെഷ്യൽ ഫുഡാണ് കഴിക്കുന്നത് അറിയാമോ? ഒരു 10-70 കിലോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ പെടുന്ന പാടെന്നറിയാം. ചിലരുടെ സന്തോഷത്തിൻ്റെ ആ സൽക്കാരത്തെ ഞങ്ങൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ച് പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് തുടങ്ങിയ ഈ സ്പെഷ്യൽ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി. സ്തോത്രം. എന്നെ സംബന്ധിച്ച് 7ാമത്തെ വർഷം കണ്ട കൺവെൻഷന് പ്രസംഗിക്കാനും ഇതുപോലെ പൊതു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനും ഒക്കെ ഇറങ്ങിയിട്ട് ചെല്ലുന്നിടത്തെല്ലാം ഭയങ്കര ഭക്ഷണമാണ്. മനസ്സിലായില്ലേ? ഇന്നിവിടെ ഏലിമി വന്നപ്പോൾ ഫുഡ് ഫെസ്റ്റിവൽ. എനിക്ക് ഒരു ചായയും കുടിച്ചിട്ട് യോഗത്തിന് കയറി വരണമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് 3 ചായ രാവിലെ. ഓക്കെ, 10 മണിക്ക് മുമ്പ് 3 കോഫി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അങ്ങളിങ്ങനെ കൊണ്ടുപോയി എടുത്ത പൊങ്ങാത്ത പോലൊരു സാധനം. ആ ട്രെയിൽ കൊണ്ടുവന്നത് മുഴുവനും ഞാൻ ഇരുന്ന് കഴിക്കേണ്ടി വന്നു. വേറെ ആരുമില്ല കൂടെ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിളമ്പാൻ നമുക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. താല്പര്യം ഇല്ലെങ്കിലോ, മമ്മി വിശക്കുന്നെന്ന് പറഞ്ഞാൽ ചില മമ്മി മോനും തമ്മിൽ അത്ര വലിയ ആന്തരിക രമ്യതയില്ലെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാ കഴിക്കെടുത്ത് എന്ന് പറയുന്ന മമ്മിമാരുണ്ട്. നിങ്ങളല്ലെന്ന് കൈയൊന്നും പൊക്കണ്ട. അങ്ങനെ പറയുന്ന പുള്ളികളില്ലേ? വിളമ്പി കൊടുക്കാൻ താല്പര്യമില്ല. ഡൈനിങ് ടേബിളിന് പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കഴിക്കെന്ന് പറയും. കാരണം അവർ തമ്മിൽ എന്തോ ഇല്ല, ആന്തരിക രമ്യതയില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആരാധനയ്ക്ക് വന്ന കൈയും കെട്ടി നോക്കിയിരിക്കുന്ന പുള്ളിക്ക് ദൈവമായിട്ട് എന്തോ ഇല്ല. ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതിന് ഒരു നന്ദിയുമില്ലാതിരിക്കുകയാണ്. പക്ഷെ ദൈവം വിളമ്പിക്കൊണ്ടായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആരാധനയിലൂടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാനിടയാകും. അപ്പൊ ഈ 4 ചിന്തകൾ മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചേ. ഈ ആരാധിക്കുന്നവൻ ദൈവത്തിന് വിളമ്പുന്നു എന്നുള്ളൊരു വാക്യം വേണമല്ലോ. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഗംഭീരമായ വാക്യമാണ്. ആരാധനയുടെ മനോഹരമായിരിക്കുന്നൊരു ദൃശ്യം അക്ഷരം കൊണ്ട് നമുക്ക് വരച്ചു കാട്ടി. 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 29 വേഴ്സ് 10-12 വായിച്ചേ. പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. വായിച്ചേ. യഹോവേ. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം, അതിന്റെ പദപ്രയോഗങ്ങളുടെ ആവിഷ്കാര ഭംഗി ശ്രദ്ധിച്ചോണം. യഹോവേ, യഹോവേ, മഹത്വവും ശക്തിയും. അത് നിർത്തി വായിക്കണം. മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് തന്നെ. പിന്നെ സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. പിന്നെ യഹോവേ, രാജത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. പിന്നെ ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. പിന്നെ സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. എത്ര പേർക്ക് മനസ്സിലായി ഈ പാറ്റേൺ? എത്ര പേർക്ക് മനസ്സിലായി? ഇതാണ് ആരാധനയുടെ പാറ്റേൺ. ഇതങ്ങോട്ട് പറയണം. ശക്തി അങ്ങയുടേതാ, ബലം അങ്ങയുടേതാ, മഹത്വം അങ്ങയുടേതാ, യശസ് അങ്ങയുടേതാണ്, മഹിമ അങ്ങയുടേതാ, സിംഹാസനങ്ങൾ അങ്ങയുടേതാണ്, എല്ലാ അധികാരങ്ങളും അങ്ങയുടേതാണ്. ആധിപത്യം അങ്ങാണ് വഹിക്കുന്നത്. അങ്ങക്ക് മീതെ ഒരു ആധിപത്യമില്ല, അങ്ങക്ക് മീതെ ഒരു അധികാരമില്ല. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ആരാധന എന്തോന്ന് മനസ്സിലായോ? ദൈവം ആരാണെന്ന് ദൈവത്തോട് തന്നെ പറയും. അതാണ് ആരാധന ചെയ്യേണ്ടത്. ആരാധ്യനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ പ്രത്യേക ക്വാളിറ്റി അങ്ങോട്ട് പറയണം.
അങ്ങേപ്പോലൊരു ദൈവം വേറെ, അങ്ങ് സകല ദേവന്മാർക്കും മീതെ ദൈവമാണ്. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ഈ ക്വാളിറ്റി ഉണ്ടല്ലോ, ഈ അവദാനങ്ങൾ, ഈ അത്യുത്തമമായ ഈ വസ്തുതകൾ കണ്ടോ, ഉദാത്തവും ഉത്കൃഷ്ടവും ഉന്നതവുമായ പദപ്രയോഗങ്ങൾ, ഈ ഉത്തുംഗ പ്രതാപ മഹത്വം അക്കമിട്ടം കൂടെ പറയുന്നതാണ് ആരാധന. സ്വതന്ത്രം. അങ്ങനെ ജനത്തെ ആരാധനയിലേക്ക് കൊണ്ടുവരണം. അല്ല നമ്മുടെ മുഴ മാറ്റിയത് വീക്കെന്താക്കം, മുട്ടൽ ചതവ, പൊള്ളൽ, ഇതിന് സൗഖ്യം തന്നതിനായി സ്വോത്രം എന്ന് പറയുന്ന അല്ല ആരാധന. അത് ആശുപത്രി പോയി കുഴമ്പ് തേച്ചപ്പോഴും അത് സൗഖ്യമായ ഒത്തിരി പേരുണ്ട്. അത് മാറിയതല്ല ആരാധന. പിന്നെ എന്തോ ആണ്? ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട്. ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാടാണ് ആരാധന. ആ ആരാധിക്കുന്നവന് ലഭിക്കപ്പെടുന്ന ഒരു ശാക്തീകരണമുണ്ടല്ലോ, അത് വളരെ ശ്രേഷ്ഠമാണ്. സ്തോത്രം പറയുന്ന കൂട്ടത്തിൽ ദൈവം ആരാണെന്ന് പറയണം. ദേ കേട്ടോണം, ഒരു വാചകം കൂടെ കൂട്ടിച്ചേർക്കാം. പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കണം. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ഈ മൂന്നാളത്വ മഹിമകൾക്കും അവദാനങ്ങൾ കൊടുക്കണം. എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ, എന്നെ തട്ടി തലോടി തഴുകി നടത്തുന്ന ആത്മാവേ, അങ്ങക്ക് സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാണനെ നൽകി എൻ്റെ കർത്താവേ സ്തോത്രം എന്ന് പറയാൻ കഴിയണം. മനസ്സിലായില്ലേ? കർത്താവിനെ ആ നിലയിൽ അങ്ങോട്ട് മഹത്വപ്പെടുത്താൻ കഴിയുന്നതാണ് ആരാധന. അപ്പോൾ ആരാധിക്കുന്നവൻ ദൈവത്തിന് എന്തോ ചെയ്യുന്നു? വിളമ്പിക്കൊടുക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് എന്തോ ചെയ്യുന്നു? സംസാരിക്കുന്നു. വചനം വായിക്കുന്നവനോട് ദൈവം എന്തോ ചെയ്യുന്നു? ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്തോ ചെയ്യുന്നു? ആത്മതപനം ചെയ്യുന്നു. മറന്നു പോകരുത് ഈ ചിന്തകൾ. എന്നെ മറക്കാം, പക്ഷെ മറക്കരുത് ഈ ചിന്തകൾ. അടുത്ത ദിവസങ്ങളിൽ ഇതിങ്ങനെ ഓർത്തുകൊണ്ട് വേണം ഇവിടേക്ക് വരാൻ. എന്നിട്ടിത് മനസ്സിലും കൊണ്ട് വെച്ചുകൊണ്ട് വേണം ആരാധിക്കാനും സ്തോത്രം ചെയ്യാനും ഒക്കെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടാനിടയാകും. വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കുക നമ്മുടെ സർവ്വകൃപാലുവായ കർത്താവിനെ. യെസ്, ഹോ ഹല്ലേലൂയ. വളരെ സന്തോഷം. നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസന്റെ വർഷിപ്പ്, അതിലേക്ക് നമ്മളെ ആ ട്രാക്കിലേക്ക് നയിച്ച കർത്താവിന്റെ ദാസൻ. ഞങ്ങൾ ഒത്തിരി വേദികളിൽ UAയിലും പിന്നെ കേരളത്തിൻ്റെ പലയിടങ്ങളിലൊക്കെ നിന്നിട്ടുണ്ട്, തിരുവനന്തപുരത്തുമൊക്കെ. ആരാധനയിലേക്ക് ജനത്തെ നയിക്കുവാൻ്റെ വിശേഷമായ കൃപ ദൈവം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്. നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിലും നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ആരാധിക്കാനായിട്ട് കഴിഞ്ഞു. ഇനി പഠനാർഹമായ കുറേ കാര്യങ്ങൾ പറയുക. സന്തോഷമാണോ? ആമേൻ. എഫെസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോന്റെ ലേഖനം, 4 ലേഖനങ്ങളുടെ പേരൊന്ന് കുറിച്ച്. പരിജ്ഞാനത്തിൻ ലേഖനങ്ങൾ എന്ന് വേണം ഇവയെ വിളിക്കാൻ. 4 ലേഖനങ്ങൾ ഏതൊക്കെ ഒന്നുകൂടെ പറയാം. എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ 4 ലേഖനങ്ങളും എന്തിൻ്റെ ലേഖനങ്ങളാണ്? പരിജ്ഞാനത്തിൻ ലേഖനങ്ങളാണ്. പരിജ്ഞാനത്തിൻ ലേഖനങ്ങൾ എന്ന് വിളിക്കാം. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന ഇതിന് പൊതുവെ അറിയപ്പെടുക. കാരാഗ്രഹ ലേഖനം ഓൺലൈനിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരും കുറിച്ചോണം. പരിജ്ഞാനത്തിൻ്റെ ലേഖനങ്ങൾ 4 എല്ലാ ലേഖനങ്ങളിലും പരിജ്ഞാനമുണ്ട്. പക്ഷേ ഈ ലേഖനങ്ങൾ അടുക്കടുക്കായി പറയുന്ന 4 പരിജ്ഞാനങ്ങൾ 9ാമത് പകലിൽ എത്തി നിൽക്കുന്ന ദൈവമക്കൾ പ്രാപിച്ച് എഴുന്നേക്കാവും. ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു അജണ്ട ഇതായിരിക്കും. കർത്താവേ, ഈ പരിജ്ഞാനങ്ങൾ എനിക്ക് തരണമേ. പരിജ്ഞാനമെന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്ല, ജ്ഞാനത്തിനപ്പുറം ഉള്ള ഒരു വിശേഷമായിരിക്കുന്ന ദൈവദത്ത ഗുണമാണ് പരിജ്ഞാനമെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പരമനിൽ നിന്ന് ലഭിക്കപ്പെടുന്ന ജ്ഞാനം. പരമനാരാ? ദൈവമാണ്, പരമോന്നത സ്ഥാനീയൻ. ആ ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനത്തെയാണ് എന്തോ വിളിക്കുന്നത്? ലൈബ്രറിയുടെ അകത്തളങ്ങളിൽ പുസ്തകങ്ങളിൽ പരതുമ്പോൾ കിട്ടുന്നത് ജ്ഞാനമാണ്. മനസ്സിലായില്ലേ? സർവകലാശാലകൾ നമ്മൾ നേടിയെടുക്കുന്നത് ജ്ഞാനമാണ്. പക്ഷേ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ദൈവം നമ്മിലേക്ക് പകരുന്നത് പരിജ്ഞാനമാണ്. പ്രായോഗിക അറിവാണ് പരിജ്ഞാനം എന്നൊക്കെ ഒരു നിർവചനമുണ്ട്. അതിലും ഉന്നതമാണ് ദൈവം നമുക്ക് നൽകുന്ന ദാനമായ ജ്ഞാനമാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്നതിന് എന്തോ പറയാം? പരിജ്ഞാനമെന്ന് പറയാം. എന്നൊരു അക്ഷരം അറിയാത്തവർക്കും പരിജ്ഞാനമുണ്ട്. അത് ദൈവം കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? വലിയ വിദ്യാസമ്പന്നതയൊന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങളിൽ ഭയങ്കര പരിജ്ഞാനമാണ്. അത് ദൈവം കൊടുക്കുന്നതാണ്. പക്ഷെ ഭയങ്കര ബിരുദാനന്തര ബിരുദമാണ്. 8 കാജിന് ബോധമില്ലാത്തവരെ കണ്ടിട്ടുണ്ടോ?
ഡിഗ്രി ഒത്തിരി പേരെഴുതി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ, ഇംഗ്ലീഷ് അക്ഷരമാല മുഴുവൻ എഴുതിയാലും ഡിഗ്രി തീരത്തില്ല. എന്നാലും അടുത്തൊന്ന് ഇടപഴകി നോക്കണം, ബോധം അയലോക്കത്തോടെ പോലും പോയിട്ടില്ല. അപ്പം നമ്മൾ പ്രാപിക്കുന്ന ലോകജ്ഞാനമല്ല വേണ്ടത്, പിന്നെന്തോ വേണ്ടെന്നേ? പരിജ്ഞാനമാണ് വേണ്ടത്. ആ 4 വിധ പരിജ്ഞാനങ്ങൾ ഈ 4 ലേഖനങ്ങളിൽ നൽകുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഉടനീളമുള്ള പരിജ്ഞാനങ്ങൾ 4 ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ ലേഖനങ്ങളിലെ 4 പരിജ്ഞാനങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമേ വയ്ക്കാം. 1, 2, 3, 4 ക്രമമായിട്ട് നോക്കാം. ആദ്യം എഫെസ്യ ലേഖനത്തിൻ്റെ പരിജ്ഞാനം പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. 1:17 വാക്യം. എഫെസ്യർ 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം നൽകേണ്ടതിന് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ഗോഡ് ദ ഫാദർ. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ പ്രാപിക്കേണ്ട 1ാമത്തെ പരിജ്ഞാനം. ദൈവം ആരാണെന്ന പരിജ്ഞാനം. മനസ്സിലായില്ലേ? കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങാരാണെന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കണേ, അങ്ങാരാണെന്ന് എനിക്കൊരു ബോധ്യം തരണേ. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മുമ്പോട്ട് കുതിക്കും കാര്യമായിട്ട്. കാരണം എൻ്റെ പിതാവ് ആരാണെന്നുള്ള ബോധ്യം. പൗലോസ് അതാ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ അറിവാണ് ഇവിടെ പരിജ്ഞാനമെന്ന് പറയുന്നത്, പിതാവായ ദൈവത്തെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിൻ്റെ പിതാവ് നമുക്ക് തൻ്റെ പുത്രനെ ദാനമായി നൽകിയ പിതാവിൻ്റെ അപാരത നമ്മൾ അറിയണം. മുമ്പേ ഈ 1 ദിനവൃത്താന്തം 29 വായിച്ച് കേൾപ്പിച്ച വാക്യങ്ങളിലുണ്ട്. ശക്തിയും ബലവും മഹത്വവും തേജസ്സും യശസ്സും മഹിമയും ബലവും ശക്തിയും ധനവും സിംഹാസനങ്ങളും എല്ലാം കൈമുതലായിട്ടുള്ള ഒരു പിതാവാണ് നമ്മുടെ പിതാവ്. സ്വതന്ത്രം എൻ്റെ പിതാവാണെന്നൊരു പരിജ്ഞാനം അകത്ത് കയറിയാൽ പിന്നെ ഒരുമാതിരി 6 o'clock ടൈപ്പ് മുഖമായിട്ട് നടക്കേണ്ട കാര്യമില്ല. അതിനെ ഭാഷ 6 o'clock ടൈപ്പ് മുഖം, വലിഞ്ഞു മുറുകി ഒരുമാതിരി വല്ലാതെ ലോങ് ഫേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചിരി മുഖത്ത് വരുത്താൻ എന്നെ പാടാന്നറിയാമോ? സ്തോത്രം. ആ ഇരിപ്പും ഭാവം കണ്ടാലേ അറിയാം നെഞ്ചകത്തിനകത്തൊരു നെരുപ്പോടിരുന്ന് പുകയുന്നുണ്ടെന്നുള്ള കാര്യം. വല്ലാത്ത ശബ്ദം ഇതിനകത്ത് കേൾക്കുന്നില്ല. കടക്കാരൻ പറഞ്ഞു, അത് അവർ വിളിക്കാത്ത നോ 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 വിളിക്കാത്തോണ്ടല്ല, ഫോണിനെന്തോ കുഴപ്പമാണ്. ഫോണിൻ്റെ കുഴപ്പമല്ലെന്ന് ആ ചെറുപ്പക്കാരൻ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ കുഴപ്പം ആരുടെയാ? അകന്നുപോയവരും മറന്നുപോയവരുടെയും കുഴപ്പമാണ്. 9ാമത്തെ ദിവസം എത്തുമ്പം മമ്മി ഒരു കോളിന് വേണ്ടി കാതോർക്കുന്നുണ്ട്. വിളിക്കാറുണ്ടോ എന്നും? പ്രായമായ പപ്പയെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാറുണ്ടോ? അകലത്തായി പോയ സഹോദരങ്ങളെ വിളിക്കാറുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? വിവരം അന്വേഷിക്കാറുണ്ടോ? ഉപവാസപ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ 21 ദിവസം ഇവിടെ വന്നിരുന്ന് അച്ഛനങ്ങ് ആരാധിക്കുക. ചേട്ടത്തി അനിയത്തിയും ആങ്ങളെയും പെങ്ങളും ഒക്കെ ആയിട്ട് ഒരിടപാടുമില്ല. അനിയനും ചേട്ടനുമായിട്ടൊന്നും ഒരു ബന്ധമില്ലെങ്കിൽ, അളിയനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ, വല്യപ്പച്ചനെ ഒന്ന് വിളിച്ച് വിശേഷം ചോദിക്കുന്നില്ലെങ്കിൽ, അവസരം കിട്ടുമ്പോൾ അവിടം വരെ ഒന്ന് പോയി ആ കട്ടിലയിലൊന്ന് ഇരുന്നിട്ട് വിശേഷം അന്വേഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയതയൊക്കെ കാപഠ്യമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? മാംസരക്തങ്ങൾക്ക് നമ്മളെ അകറ്റരുതൊരിക്കലും. അവരാഗ്രഹിക്കുമ്പോൾ നമ്മളെ ലഭിക്കപ്പെടണം. അമ്മ എന്ന പുണ്യത്തെ അകറ്റരുതൊരിക്കലും. അപ്പനെന്ന കരുണയുടെ ആളത്വത്തെ ഒരിക്കലും അകറ്റരുത്. തിരക്കെത്രയുണ്ടെങ്കിലും, എത്ര തിരക്കെന്ന് പറഞ്ഞാലും പോയി കാണാൻ സമയം അനുവദിക്കുന്നില്ലെങ്കിൽ 24 മണിക്കൂർ വട്ടമെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിച്ചൊന്ന് ഉറപ്പുവരുത്തണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അത് പ്രധാനമാണ്. നമ്മൾ മറക്കുന്നു പലരെയും, നമ്മളെ മറക്കുന്നു പലരും നമ്മൾ മാറുന്നു പലരിൽ നിന്നും. നമ്മളിൽ നിന്നും പലരും എന്തോ ചെയ്യുന്നു? പക്ഷേ മാറാത്തവനും മറക്കാത്തവനുമായ ഒരുവനെ കുറിച്ചുള്ള പരിജ്ഞാനം ഏറ്റെടുത്തു. സ്തോത്രം. 3ാമതൊരു കാര്യം കൊണ്ട് പറയട്ടെ. അപ്പം മറക്കാത്ത ദൈവം, പിന്നെ മാറാത്ത ദൈവം, പിന്നെ മുടക്കാത്ത ദൈവം. ആ പരിജ്ഞാനം പ്രാപിച്ചോണം. 84 സങ്കീർത്തനം 11 വാക്യത്തിൽ പറയുന്നു, ഒരു നന്മയും എന്തോ ചെയ്യത്തില്ല, മുടക്കത്തില്ല. വായിച്ചിട്ടുണ്ടോ വാക്യം? യഹോവയായ ദൈവം സൂര്യന് പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കയില്ല. അപ്പം മാറത്തില്ല, പിന്നെ മറക്കത്തില്ല, പിന്നെന്തോ ചെയ്യത്തില്ല, മുടക്കത്തില്ല. ദൈവം മുടക്കത്തില്ല. എന്നിട്ട് നമ്മൾ സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുടങ്ങിയെന്നാ. വിവാഹാലോചന വന്നതായിരുന്നു, പിന്നെന്തോ ചെയ്തു?
മുടങ്ങി. ഒരു കച്ചവടം തുടങ്ങിയതായിരുന്നു, പിന്നെന്തോ ചെയ്തു? മുടങ്ങി. ഷട്ടർ തുറന്നതായിരുന്നു, പിന്നെന്തോ ചെയ്യേണ്ടി വന്നു? അടയ്ക്കേണ്ടി വന്നു. ശുശ്രൂഷ തുടങ്ങിയതാ, മുടങ്ങി. പഠിത്തം തുടങ്ങിയതാ, മുടങ്ങി. മുടങ്ങിയ സാക്ഷിയാ ഒത്തിരി പറയാനുള്ളത്. പക്ഷെ വാഗ്ദത്തം എങ്ങനെ കിടക്കുന്നേ? മുടങ്ങത്തില്ല. ഈ 9ാമത്തെ ദിവസം അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവേ, മുടങ്ങത്തില്ലെന്ന് വാഗ്ദത്തമുണ്ട്. പക്ഷെ മുടങ്ങിയല്ലോ കാര്യങ്ങൾ. ആ മുടങ്ങിയതിനെ പണിതെടുക്കാൻ, ആ മുടങ്ങിയതിനെ മാറ്റിയിട്ട്, ആ മുടക്കം മാറ്റി കാര്യങ്ങളെ തുടക്കമാക്കാൻ ദൈവപ്രവൃത്തി വെളിപ്പെടണം. വാഗ്ദത്തമാണ്, ഇത് ഏറ്റെടുത്തോണം ഇന്ന് പകലിൽ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടത്? അവകാശം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങി വെച്ചു. പക്ഷെ എന്തോ ഇത് ഉടനെ മുടങ്ങി. ചില ഫ്ലൈറ്റ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അടിയന്തര സന്ദേശം കിട്ടി വന്നു, യാത്ര മുടക്കി നിലത്തിറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ കട ഷട്ടർ ഇട്ടിട്ട് നോക്കിയിരിക്കുക, ഇനി എന്നാന്ന്. ഈ ദിവസങ്ങളിൽ ചില മറുപടി ഉണ്ടാകും. ദൈവാത്മാവിൽ ഇന്ന് പകൽ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാകും. കാരണം യഹോവ കൃപയും മഹത്വവും ഈ ഒരു പരിജ്ഞാനം ഏറ്റെടുക്കണം. ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് വരണം. നമ്മുടെ നന്മ മുടക്കിയെന്ന് പറഞ്ഞ് പിശാചിനെ ആഹ്ലാദിക്കാൻ വിടരുത്, പിശാചിനെ സന്തോഷിക്കാൻ വിടരുത്. അവൻ്റെ കൂടാരത്തിൽ അവൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കരുത്. അവൻ പടക്കം പൊട്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിവിടെ ആർത്ത് സന്തോഷിക്കണം. ദൈവം നമ്മൾ മുടങ്ങിക്കിടന്ന ചിലത് നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് മടക്കിക്കൊണ്ട് വന്നത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. ഹല്ലേലൂയ. ദൈവകൃപ വല്ലഭത്വമായി വെളിപ്പെട്ട് വരട്ടെ. ജീസസ്. അപ്പൊ കർത്താവ് നന്മയൊന്നും, പക്ഷെ ഒരു ഉപദേശം പറയാം. വാഗ്ദത്തം മാത്രം കേൾക്കുമ്പോൾ കൈയടിക്കാനും അന്യഭാഷ പറയാനും ആരാധിക്കാനും ഭയങ്കര സന്തോഷമാണ്. ആരുടെയാ മുടക്കാത്തതെന്നറിയോ? നേരോടെ നടന്നോണം. എങ്ങനെ നടന്നോണം? ചിലർക്ക് വാഗ്ദത്തം ഉപദേശം വാഗ്ദത്തം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഉപദേശം കേൾക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. നേരോടെ നടക്കുന്നവനൊരു നന്മയും ജീവിതത്തിൽ നേരുകേട് സംഭവിക്കല്ലേ. മാതാപിതാക്കളോട് ഞാൻ പറയാം, പപ്പ മമ്മിമാരോട് ഞാൻ പറയാം, നേരുള്ളവരാണെങ്കിൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നേരുകേട് പറ്റിയാൽ, ഞാനും അപ്പനായതുകൊണ്ട് പറയുക, നമ്മുടെ ജീവിതത്തിൽ നേരുകേട് പറ്റിയാൽ നമ്മുടെ തലമുറ അന്യാധീനപ്പെടും. നമ്മൾ കാണിക്കുന്ന നേരുകേടിൻ്റെ ഫലം അവരിലേക്ക് വ്യാപരിക്കപ്പെടും. മറന്നു പോകരുത്. അതുകൊണ്ട് നേരോടെ നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചരിത്രം എഴുതുമ്പോൾ അതിനകത്ത് ഒരു ഭയങ്കര സംഭവം ചേർത്ത് വെച്ചിട്ടുണ്ട്. പലയിടങ്ങളിലുണ്ട്. അതിൽ ഒരെണ്ണം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ വായിക്കണമെന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. 2 ശമൂവേലിന്റെ പുസ്തകം 11-12 അധ്യായം ഓർത്തു വെച്ചോണം. 2 ശമൂവേൽ 11-12. എന്തോ എൻ്റെ വിഷയം എന്നറിയാമോ? ദാവീദിൻ്റെ പാപമാണ്, ദാവീദിൻ്റെ വ്യഭിചാര വൃത്താന്തമാണ്. 2 ശമൂവേൽ 11-12. ഓര്യാവിൻ്റെ ഭാര്യയുമായി ദാവീദ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന മഹാപാപം. 11-ാം അധ്യായം 12-ാം വാക്യം നാഥാന്റെ ശകാരമാണ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നാഥാൻ ചെയ്യുന്ന ആക്രോശമാണ്. നാഥാൻ എന്ന ചൂണ്ടുവരന് കനമുള്ള പ്രവാചകൻ. സ്വോത്രകാഴ്ചയൊന്നും നാഥാന് വിഷയമല്ല. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ദൂത് പറഞ്ഞ് രാജാവിനെ സൂചിപ്പിച്ചാൽ എന്നാ സുഖമെന്നറിയാമോ? ആ പാസയുടെ ജീവസന്ധാരണത്തിനുള്ളതെല്ലാം എന്ത് ചെയ്യും? കിട്ടും. പക്ഷെ നാഥാനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. ദൈവാലോചന തുറന്നു പറയുക. നാഥാൻ ദാവീദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ മനുഷ്യൻ. അതാണ് 12-ാം അധ്യായം. ശ്രദ്ധിച്ചോണം. ഇനി പറയുന്നത് 11 ദാവീദിന്റെ വ്യഭിചാരം, 12 ദാവീദിനെതിരെയുള്ള ശകാരം. അപ്പോൾ 11-12 ദാവീദിന്റെ പാപത്തെക്കുറിച്ചുള്ള ചരിത്ര വൃത്താന്തമാണ്. 13-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? 13-ാം അധ്യായത്തിന്റെ തുടക്കം മാത്രം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത്. 2 ശമൂവേൽ 13-ന്റെ 1-ാം വാക്യം മാത്രം. അതിന്റെ ശേഷം സംഭവിച്ചത്. അത്രയും മതി. ബാക്കിയൊന്നും വായിക്കാൻ കൊള്ളത്തില്ല. പരസ്യമായിട്ട് വായിക്കാൻ കൊള്ളത്തില്ല, രഹസ്യമായിട്ട് നിങ്ങൾ വായിച്ചോണം. മനസ്സിലായോ? 13-ാം അധ്യായം അതിൻ്റെ കണ്ടില്ലേ? നോക്കിക്കേ. അതിൻ്റെ ശേഷം സംഭവിച്ചത്. ബാക്കി പിന്നെ വേണ്ട, അത് മാറ്റിയല്ലേ. അല്ലെങ്കിൽ പിന്നെ അതിനെ ഓർത്തിരിക്കും, വേണ്ട. അത് ജസ്റ്റ് പിന്നെ സമയം കിട്ടുമ്പോൾ പോയി ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ ശേഷം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ദാവീദിൻ്റെ മകൻ ദാവീദിൻ്റെ മകളെ എന്ന് പറഞ്ഞാൽ മൂത്താങ്ങള കുഞ്ഞു പെങ്ങളെ നശിപ്പിക്കുന്ന അധ്യായമാണ്. ആ പെങ്കൊച്ചാങ്ങളുടെ കാലെ വീണ് കിടന്ന് പറയുന്നുണ്ട്, അച്ഛാ എന്നെ അങ്ങനെ വലിയ പ്രണയമാണെങ്കിൽ പപ്പയോട് പറ, എന്നെ വിവാഹം കഴിച്ചു തരും. അവൻ പറഞ്ഞ നോ, വിവാഹം അതൊക്കെ ആർക്ക് വേണം? അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാ, വിവാഹമൊന്നും എനിക്ക് വേണ്ട. അവിടെ ഒരു ക്ലോസ് എഴുതിയിട്ടുണ്ട്, അവൻ അവളെക്കാൾ ബലിഷ്ഠനായിരുന്നത് കൊണ്ട് അവളെ കീഴടക്കി. ഏറ്റവും ഒടുവിലൊരു വാചകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. ദാവീദ് 11-ാം അധ്യായത്തിൽ അന്യന്റെ ഭാര്യയോടുകൂടെ സഹവസിക്കുന്നത് അർദ്ധരാത്രിയിലാണ്.
അതേ പാപം മക്കൾ ചെയ്യുന്നത് നട്ടുച്ച നേരത്താണ്. അതാ ഞാൻ പറഞ്ഞത്, നേര് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ നേരുകേട് തലമുറയിലേക്ക് വ്യാപരിക്കപ്പെടും. ഉപദേശം തീവ്രമായി കേൾക്കുന്ന സന്തോഷമാണോ? നാം ആഴത്തിൽ അറിഞ്ഞേ പറ്റുകയുള്ളൂ. സാമ്പത്തികത്തിൽ നേരുകേട് വരരുത്, ദാമ്പത്യ ജീവിതത്തിൽ നേരുകേട് വരരുത്, സാമൂഹ്യ ബന്ധത്തിൽ നേരുകേട് വരരുത്, സഭാജീവിതത്തിൽ നേരുകേട് വരരുത്. വ്യക്തിപരമായ ജീവിതത്തിൽ നേരിന് കേട് സംഭവിക്കാതിരിക്കുമെങ്കിൽ യഹോവ നന്മ മുടക്കത്തില്ല. അപ്പൊ ചില ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ കർത്താവ് എനിക്ക് അങ്ങനെയുള്ള നേരുകേട് ഒന്നും സംഭവിച്ചിട്ടില്ല, എന്നിട്ടും എൻ്റെ നന്മ മുടങ്ങിയല്ലോ. അതിൻ്റെ കാരണം കൂടെ പറയാം, അല്ലെങ്കിൽ പൂർണ്ണമാകത്തില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ലഭിക്കപ്പെടേണ്ട നന്മയുടെ മേൽ പിശാച് അവൻ്റെ ചെങ്കോല് വെച്ചിരിക്കുക, അവൻ്റെ ആധിപത്യം വെച്ചിരിക്കുക. ആ ചെങ്കോലിനെ തട്ടിത്തെറിപ്പിക്കാനാണ് ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന. ആ ചെങ്കോലിനെ എടുത്തെറിഞ്ഞു കളയാൻ, ആ ചെങ്കോലിനെ തട്ടിത്തെറിപ്പിക്കാൻ നമുക്ക് ലഭിക്കപ്പെടുന്ന നന്മയുടെ മേൽ പിശാച് വെച്ചിരിക്കുന്ന അവകാശത്തിന്റെ ചെങ്കോലിനെ എടുത്തെറിയാൻ. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ, അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ചില ചെങ്കോലിനെ തട്ടിത്തെറിപ്പിക്കാൻ കരുത്ത് ദൈവം പകരാൻ പോവുക. വിശ്വാസത്തോടെ ഏറ്റെടുക്കുക ദൈവ മക്കൾ, അതിന്റെ അത്യന്ത ശക്തി ഒന്ന് പ്രാപിച്ചെടുക്കുക. ഗ്ലോറി 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 ഗ്ലോറി, ഹല്ലേലൂയ. ഒരു ദോഷവും വന്നിട്ടില്ല ജീവിതത്തിൽ, തിന്മയൊന്നും ഭവിച്ചിട്ടില്ല. എന്നിട്ടും നമ്മുടെ നന്മയുടെ മീതെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് അത്യന്ത ശക്തി പ്രാപിച്ചെടുത്തൊരു ആത്മീയ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രാപിച്ച ദൈവശക്തിയോടുകൂടി ഈ ദിവസങ്ങളിൽ പോരാട്ടത്തിന് ഇറങ്ങണം. ഉപവാസപ്രാർത്ഥനയ്ക്ക് ഇരുന്ന കരുത്തം കൊണ്ട് പ്രാപിക്കണം. എന്നിട്ട് പിശാചിനോട് പറയണം, എടുക്കും നിന്റെ തന്ത്രം, എടുക്കും നിന്റെ വാള്, എടുക്കും നിന്റെ ചെങ്കോല്, എടുക്കും നിന്റെ അവകാശം, നിനക്കെന്ത് ഇവിടെ കാര്യം, ഇറങ്ങേശുവിന്റെ നാമത്തിൽ ഇത് പറയാൻ കഴിയണം. ഏതാധിപത്യ വ്യവസ്ഥിതിയാണെങ്കിലും, ഏത് അന്ധകാരത്തിന്റെ കാലപ്പഴക്കമുള്ള പോരാണെങ്കിലും, യെസ്, അതിനുള്ള ചില കരുത്ത് ഇന്ന് പകലിൽ ദൈവാത്മാവ് വ്യാപരിപ്പിക്കുകയാ. മുമ്പ് പ്രാപിച്ചതിനേക്കാൾ കൂടുതൽ കരുത്തോടെ, മുമ്പ് പ്രാപിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. 1, മാറാത്ത പിതാവ്. 2, മറക്കാത്ത പിതാവ്. 3, മുടക്കാത്ത പിതാവ്. 91 സങ്കീർത്തനം 4-ാം വാക്യം, മറക്കുന്ന പിതാവ്. അവൻ തന്റെ തുവലുകൾ കൊണ്ട് നിന്നെ എന്തോ ചെയ്യും? മറക്കും. ഓ, അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മരണഭയം ഇന്ന് പകലിൽ മാറിപ്പോകണം. മരണഭയം മാറിപ്പോകണം. ഞാൻ അധികകാലം ഇല്ലെന്നൊക്കെയുള്ള വിചാരം ഉണ്ടല്ലോ. ശത്രു അത് നമ്മുടെ കാതിൽ വന്ന് പറയുമ്പോൾ പറയണം, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരു കാലത്തും മരിക്കയില്ലെന്നല്ല. ദൈവം എനിക്കിട്ടിരിക്കുന്ന ആയുസിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാതെ എൻ്റെ ആയുസിന് മേൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തൻ്റെ അടുത്തോടെ പറയാൻ കഴിയണം. ശത്രു മരണഭയം മുമ്പിൽ കൊണ്ടുവന്ന് വല്ലാതെ നമ്മെ ഭീതിപ്പെടുത്തുമ്പോൾ പറ, എന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ ദൈവത്തിന് ചില കാര്യങ്ങളുണ്ട്, ഞാൻ നിവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില ദൂരങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ വരുമ്പം അതോടെ തീർന്നു എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ദാസൻ ലോഡ്സിൻ്റെ പാട്ട് നമ്മളിവിടെ കേൾക്കത്തില്ലല്ലോ. സ്തോത്രം. ഓർമ്മയിലാകേണ്ടതല്ലേ, ഭിത്തിയിലാകേണ്ടതല്ലേ. സ്തോത്രം. പക്ഷേ ഇന്ന് നിർത്തിയിരിക്കുന്നില്ലേ ദൈവം? വാഗ്ദത്തമുള്ളവനെ അങ്ങനെ ഒന്ന് തോണ്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. വാഗ്ദത്തത്തെ ഓർത്തോണം, വാഗ്ദത്തത്തെ അറിയണം, വാഗ്ദത്തത്തെ താലോലിക്കണം, വാഗ്ദത്തത്തെ അനുഭവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്തോ ചെയ്തോളൂ എന്നാ പറഞ്ഞേ? മറച്ചോളൂ. ഒത്തിരി യൂത്ത്സുകളുണ്ടല്ലോ, കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയാം, 29-30 വയസ്സിൽ താഴെയുള്ളവരൊക്കെ എൻ്റെ മക്കളുടെ പ്രായമാണ്. എൻ്റെ മൂത്ത മോൻ ടോം 30 അറിയാമോ നിങ്ങൾക്ക് ടോമിനെ? പവർ വിഷനിൽ വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്ന ടോം സി എബ്രഹാം മൂത്ത സന്താനാണ്. 1 മാസമായി ഇപ്പോൾ UK ഞാൻ പറഞ്ഞു വന്നത്, ആ ടോം 30 എത്തി. അത് മുതൽ താഴേക്കുള്ളവരെല്ലാം എൻ്റെ മക്കളുടെ പ്രായമാണ്. അതുകൊണ്ട് ഞാൻ വളരെ കാര്യമായിട്ട് പറയാം, ആവശ്യമില്ലാത്ത ഭയമൊന്നും കൊണ്ട് നടക്കരുത്. നീ എവിടെ എത്തുമെന്നുള്ളതിനെ കുറിച്ച് ദർശനം പ്രാപിച്ചോണം.
എവിടെ എത്തുമെന്നുള്ളതിനെ കുറിച്ച് ദർശനം പ്രാപിക്കണം. ഹല്ലേലൂയ. പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഏറ്റെടുത്തോണം. എവിടെ എത്തുമെന്നുള്ളതിനെ കുറിച്ച് ദർശനം. മനസ്സിലാകുന്നുണ്ടോ? ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. രാവിലെ എല്ലാവരും കൂടെ, ചേട്ടന്മാരും അപ്പനും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും. കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ പറഞ്ഞു, പപ്പ ഇന്നലെ രാത്രി ഞാനൊരു ദർശനം കണ്ടു. അവന് തുടങ്ങി എല്ലാ ദിവസവും രാവിലെ ഇവൻ്റെ ഒരു ദർശനം കേൾക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇവിടെ അവൻ കണ്ട ദർശനം പറയട്ടെ. അതിനെന്നാ മോൻ പറയാൻ പറഞ്ഞു. അപ്പൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ മോൻ പറഞ്ഞു. അവൻ പറഞ്ഞ ദർശനം എന്താണെന്നറിയാം? നമ്മളെല്ലാവരും കൂടെ കണ്ടത്തിൽ ഇങ്ങനെ കൊയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു അനക്കം ഞാൻ പുറകിൽ കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ഞാൻ കെട്ടിയിട്ട കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കറ്റകളെല്ലാം എൻ്റെ കറ്റ. മോതപൊളി കണ്ട പാപ്പ ഇവനോട് മിണ്ടായിരിക്കാൻ ഞാൻ അന്നേരം പറഞ്ഞ, നമുക്കിട്ട് പാര വയ്ക്കുന്ന സ്വപ്നമേ ഇവൻ കാണത്തുള്ളൂ. അവൻ പറഞ്ഞു, അച്ചാച്ചാ അങ്ങനൊന്നുമല്ല, എന്നെ ദൈവം കാണിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ആക്ഷേപിച്ചെങ്കിലും ഇവൻ ഈ ദർശനത്തെ ആകത്തങ്ങ് സ്ഥാപിച്ചു. പിന്നെ കുഴി തള്ളിയപ്പോഴും 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടപ്പോഴൊന്നും ഇവൻ സഹോദരന്മാരോട് പ്രതികരിക്കാതിരുന്നത് ഒറ്റ കാര്യമാ, എൻ്റെ കറ്റ നിവരുമെന്ന കാഴ്ചപ്പാട്. എൻ്റെ കറ്റ നിവരും. എൻ്റെ കറ്റയെ ചവിട്ടി മെതിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരു പിശാചിനെയും ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ കറ്റ നിവരും. എല്ലാ കറ്റകളും എന്നെ നമസ്കരിക്കും. ദർശനം കിട്ടിയവനെ ഒതുക്കാൻ പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. റബന ഹഷബന ദിരബ റീഖമന ശംതരദന. ഇന്ന് പല കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് ഇടപെടുക. നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. നീ ആ ദർശനത്തെ പ്രാപിച്ചോണം. ഹല്ലേലൂയ. തള്ളിയവരും തളർത്തിയവരും എല്ലാം ഉണ്ട്. ആമേൻ. 20 വെള്ളിക്കാശിന് വിറ്റ് കിട്ടിയ 10 പേരും കൂടെ കൂടിയ 20 വെള്ളിക്കാശിന് വിറ്റത്. അപ്പോൾ ഒരാൾക്ക് എത്ര വെച്ച് കിട്ടി? 10 പേര് 20 വെള്ളിക്കാശിന് വിറ്റപ്പോൾ എത്ര വെച്ച് കിട്ടി? 2 വെള്ളിക്കാശ് വെച്ച് കിട്ടി. അനിയനെ വിറ്റ് കിട്ടിയ കാശ് എത്രയാ ഓരോരുത്തർക്കും? രൂപൻ മുതൽ ഇങ്ങോട്ട് എത്ര പേർക്ക് കിട്ടി? 10 പേർക്ക് എത്ര വെള്ളിക്കാശ് വെച്ച്? 2 വെള്ളിക്കാശ് വെച്ച് കിട്ടി. പക്ഷേ മിസ്രൈം വിട്ട് പോരുമ്പോൾ ഉണ്ടല്ലോ 40 കൊല്ലം ഈ യോസഫിൻ്റെ അസ്ഥി ചുമന്നുകൊണ്ട് വരേണ്ടി വന്നു. മനസ്സിലായോ? അന്ന് എത്ര വെള്ളിക്കാശിനാ വിറ്റേ? 2 വെള്ളിക്കാശ് വീതം കിട്ടി. പക്ഷെ ഇവനെ ചുമന്നു 40 കൊല്ലം. ശേഖേമിൽ കൊണ്ട് അടക്കുന്നത് വരെ ഇവനെ ചുമന്നു നടന്നു. അത് മാത്രമാണോ, അന്ന് കഞ്ഞു കുടിച്ചത് ഇവൻ്റെ കാലയിൽ ചെന്ന് വീണിട്ടാണ് വേണ്ടുന്നതെല്ലാം കിട്ടിയത്. ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തും, മറയ്ക്കുമെന്ന് പറഞ്ഞാൽ മറയ്ക്കും. അതിനകത്ത് നിന്നെ വേർപെടുത്താൻ ആർക്കും കഴിയില്ലെന്ന്. ദൈവം നിന്നെ ഉയർത്തും, ശ്രേഷ്ഠനാക്കി മാറ്റും. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വട്ടിയും കുട്ടയും കാലിച്ചാക്കും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് വീണ് കിടന്നു. ഫറവോൻ പറഞ്ഞു, എല്ലാവരും കൂടെ എൻ്റെ അടുത്തോട്ട് വന്ന എന്താ കാര്യം? നിങ്ങളെല്ലാം കൂടെ യോസഫിൻ്റെ അടുക്കൽ ചെല്ലേ. ആരുടെയില്ല ധാന്യമുള്ളത്? ദർശനം പ്രാപിച്ചവൻ്റെ ഇല്ല ധാന്യമുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളോട് ദർശനം പ്രാപിച്ചോണം. ദർശനം ദൈവം നിനക്ക് തന്നാൽ നിന്റെ അടുക്കലേക്ക് ആളുകൾ വന്നോണം. ദർശനം പ്രാപിച്ചവൻ്റെ അരികിലേക്ക്. നാട്ടിലെ രാജാവിനും ഭരണകൂടത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദർശനമുള്ളവന്റെ അരികിലേക്ക്. ഹല്ലേലൂയ. അല്ലല്ല നമുക്ക് അങ്ങ് ഒത്തിരി ഇടവഴിയിലോട്ട് പോകണ്ട, വിഷയത്തിലേക്ക് പോവാ. ഞാൻ ആദ്യം പറഞ്ഞത് പിതാവായി ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ആ ദൈവം ആരാന്നാ പറഞ്ഞേ? മറക്കാത്ത ദൈവം. ആ ദൈവം ആരാ? മാറാത്ത ദൈവം. ആ ദൈവം ആരാ? മുടക്കാത്ത ദൈവം. ആ ദൈവം ആരാ? മറക്കുന്ന ദൈവം. മ എന്ന അക്ഷരത്തിൽ ഈ 4 കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? മറക്കാതെ. ഒരിക്കലും എന്തോ ചെയ്യരുത്, ഇത് മറക്കരുത്. ഈ 4 ചിന്തകളിൽ ഒരെണ്ണം ആ മലാഖി പ്രവചനത്തിൽ നിന്ന് എം വി ചെറിയാച്ചൻ സാർ എടുത്തു വെച്ചോണ്ട്, യേശു മാറാത്തവൻ മാറാത്തവൻ യേശു മാറാത്തവൻ ഹാ എത്ര നല്ലവൻ. സ്വത്രം. അനുഗ്രഹിക്കുന്ന ഗായകനെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പാടാനോ? അയ്യോ, അത് വേണ്ട, അദ്ദേഹം പാടിക്കോളും. പിന്നെ യേശു അവിടെ ഈ പിതാവാം ദൈവം മാറാത്തവൻ എന്നുള്ളത് സ്കെയിലിന് ചേരാത്തത് കൊണ്ട് 2 അക്ഷരമുള്ള ഏത് നാമം എടുത്തു വെച്ചതാ? യേശു. അവിടെ മലാഖി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പിതാവായ നമ്മുടെ ദൈവം മാറാത്തവനാണ്. അതൊരു പരിജ്ഞാനമാണ്. അതിനകത്ത് വേറൊരു സംഗതി, ഞാൻ പാട്ടുകാർ ക്ഷമിക്കണേ, ഈ യേശു മാറാത്തവൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ 4 ചിന്തയും അതിനകത്ത് കയറ്റാം, സ്കെയിൽ തെറ്റത്തില്ല. യേശു മറക്കാത്തവൻ യേശു മറക്കാത്തവൻ യേശു മറക്കാത്തവൻ ഹാ എത്ര നല്ലവൻ.
യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ. അടഞ്ഞു കിടക്കുന്ന ഷർട്ടിന്റെ മുമ്പിൽ നിന്നോട്ട് 4 പ്രാവശ്യം പാടാൻ അതങ്ങ് തുറക്കും. കർത്താവ് അങ്ങ് തുറന്നോളും. കാരണം വാഗ്ദത്തം ഇങ്ങനെ: യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ, എത്ര നല്ലവൻ. ഒന്നുകൂടെ: യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ, യേശു മുടക്കാത്തവൻ, എത്ര നല്ലവൻ. യേശു മറയ്ക്കുന്നവൻ, യേശു മറയ്ക്കുന്നവൻ, യേശു മറയ്ക്കുന്നവൻ, എത്ര നല്ലവൻ. ഇന്നും എന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. അല്ല, എത്ര മണി വരെയാ? തീരാറായോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്പസമയം കൂടെ ഉണ്ട്. 4 മണി വരെ എന്നാ പാസ് പറഞ്ഞേ. ഓക്കെ, അല്പസമയം കൂടി ഇരിക്കുക. അപ്പൊ പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ എന്തോ ചെയ്യണം? പ്രാപിക്കണം. അതാണ് എഫേസ്യ ലേഖനം. അടുത്തത് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു പരിജ്ഞാനമുണ്ട്. പരിജ്ഞാനത്തിന്റെ ലേഖനമാണ് ഈ 4 എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഫിലിപ്പിയ ലേഖനം 3-8 വാക്യം വായിച്ച്. ഫിലിപ്പർ 3:8. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ രണ്ടാമത്തെ പരിജ്ഞാനം ഏതാ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള. ഉപവാസപ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസം പകൽ ദൈവാത്മാവ് നമ്മോട് ഇടപെടുന്നു. 1, പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചോണം. 2, ആരെക്കുറിച്ചുള്ളതാ? ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അത് ഗംഭീരമാണ്. ആരെക്കുറിച്ചുള്ള പരിജ്ഞാനമാ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള. അത്രയുമല്ലെന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നറിയാമോ? 3-ാം അധ്യായം 4 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ പറയുന്നു: ഞാൻ എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിനാണ്, 8 നാൾ പരിചയത്തിനേറ്റവനാ, ബെന്യാമിൻ ഗോത്രക്കാരനാ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനന്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് 8-ാം വാക്യത്തിൽ പറയുക: ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇതെല്ലാം എന്തോ ചെയ്യുന്നു? ഛേദം എന്നെണ്ണുന്നു. ഛേദമെന്നെണ്ണുന്നു എന്നേ ഉള്ളൂ. ചവറെന്നെണ്ണുന്നു താഴെയുണ്ട്. ചപ്പെന്നെണ്ണുന്നു എന്നൊക്കെ മലയാളി കൂട്ടിച്ചേർത്ത് അങ്ങനെയൊന്നും ബാക്കിയില്ല. മുമ്പേ പറഞ്ഞ പോലെ അത് ഓർത്തോണം. ചപ്പെന്നൊക്കെ പറയുന്ന വാക്കില്ലെന്ന് വേദോസത്തി ആരാണ്ട് പറഞ്ഞു. അതുണ്ടോന്ന് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തില്ല? അന്വേഷിച്ചില്ല. നമ്മളത് പറഞ്ഞു നടക്കുക. അതൊക്കെ വേദോസത്തിലെ വാക്യങ്ങൾ ഇല്ലാത്തതും പദങ്ങളൊന്നും നമ്മൾ ചേർക്കരുത്. ചപ്പെന്നൊരു പ്രയോഗമില്ല. ചവറെന്നെണ്ണുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഛേദമെന്ന് എണ്ണുന്നു എന്നാണ്. അപ്പൊ ക്രിസ്തു പരിജ്ഞാനം അകത്തുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ആവശ്യമില്ലാത്തതിലെല്ലാം ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആരാണെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബം ഏതാണെന്നറിയാമോ? സെൻറ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചനെ കുടയും പിടിച്ച് പുറകെ നടന്നത്, ഈ അനുഗ്രഹം ഉണ്ടായതെന്നൊക്കെ അവകാശവാദം മുഴക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള വ്യർത്ഥമായ പാരമ്പര്യത്തിൻ്റെ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും എന്തിൻ്റെ കാരണത്താലെന്നറിയാമോ? ക്രിസ്തു പരിജ്ഞാനം അകത്തില്ലാത്തതുകൊണ്ട്. ക്രിസ്തു പരിജ്ഞാനമാകത്തേക്ക് വരുമ്പോൾ നമ്മളിതെല്ലാം വാരി പുറത്ത് കളഞ്ഞിട്ട് ശാന്തനായി, സൗമ്യനായി, വിവേകത്തോടെ, വിനീത വിധേയനായി തീരും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ? അപ്പൊ രണ്ടാമത് നമുക്ക് വേണ്ടുന്ന പരിജ്ഞാനം ഏതാ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തികച്ചും ഉപദേശപരമാണ്. ഞാൻ 1-2-3-4 വാക്യങ്ങൾ അക്കമിട്ടും കൊണ്ട് പറയാം. കുറിച്ചോണം ഈ വാക്യങ്ങളെല്ലാം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്തുവാ? നമ്മളെ അനുഗ്രഹിക്കുമെന്നും വഴി നടത്തുമെന്നും പുലർത്തുമെന്നും ഉന്നതനാക്കും, അദാനിയാക്കും, അംബാനിയാക്കും എന്നുള്ളതൊന്നും അല്ല ക്രിസ്തു പരിജ്ഞാനം. ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവശാസ്ത്രത്തിന്റെ സമുജ്വലമായിരിക്കുന്ന ചില ആശയഗാംഭീര്യത. എന്താണ് ക്രിസ്തു യേശു എന്ന് പറയുന്നത്? ക്രിസ്തു യേശു എന്ന പ്രയോഗം ശ്രദ്ധിച്ചോണം. നമ്മൾ യേശു ക്രിസ്തു, ക്രിസ്തു യേശു എന്നൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ പറയും. അത് നമ്മുടെ വായിക്ക് വരുന്ന പോലെ നമ്മളങ്ങ് പറയുക. അങ്ങനല്ല, അർത്ഥമുണ്ട് അതിൻ്റെ പിന്നിൽ. അർത്ഥം പഠിച്ചോണം. അർത്ഥം എന്താണെന്നറിയാമോ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഫ്രം above to below എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലായി? പരമോന്നത സ്ഥാനീയനായിരുന്നവൻ പരിത്യാഗം ചെയ്തു. അതാണ് ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ അർത്ഥം. അറിയാമോ? ക്രിസ്തു എന്നുള്ളത് ഓൾറെഡി ഉള്ള നാമമാണ്. അഭിഷക്തൻ, ക്രിസ്റ്റോസ്, ദ മെസ്സായ. അതാണ് ക്രിസ്തു. അത് ദൈവത്വ നാമമാണ്. പക്ഷെ യേശു എന്നുള്ളത് മനുഷ്യത്വ നാമമാണ്. അവൻ സകല ജനത്വന്മാരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ എന്തോ പേരിടണം? അപ്പൊ യേശു എന്ന് പേരിട്ടതാണ്. അത് മനുഷ്യനാണ് പേരിടുന്നത്. മനുഷ്യത്വത്തിനാണ് ഇട്ട പേര്. ഏത്? യേശു. പക്ഷെ ക്രിസ്തു എന്ന പേര് ഓൾറെഡി എന്ത് ചെയ്തുള്ളതാ? നേരത്തെ നിലവിലുള്ളതാ. അതുകൊണ്ട് ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ പരമോന്നതനായിരുന്നവൻ എവിടേക്ക് വന്നെന്നാ? പരിത്യാഗം ചെയ്തു. സെൽഫ് ഡിനയൽ. കണ്ടോ? അതാണ് അതിൻ്റെ എംപ്റ്റിയിങ് ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയും. എല്ലാം തന്നെത്താൻ താഴ്ത്തിയ അവസ്ഥയ്ക്കാണ് ക്രിസ്തു യേശു എന്ന് പറയുന്നത്. ഇനി യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? പരിത്യാഗം ചെയ്ത അവസ്ഥയിൽ നിന്ന് പരമോന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഫ്രം
below to above. അതാണ് ഏതെന്ന് പറയുന്നത്? യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കണ്ടോ, ഈ അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കേണ്ട. അല്ലാതെ നമ്മളെ യേശു ക്രിസ്തു ക്രിസ്തു യേശു എന്നൊക്കെ തിരിച്ചും മറിഞ്ഞും ഒക്കെ അങ്ങ് പറയുകയാണ്. അതിൻ്റെ അർത്ഥം പഠിക്കണം. അപ്പോഴാണ് അതിൻ്റെ മഹത്വം. ഇവിടെ വായിക്കുന്ന വാക്യത്തിൽ പറയുന്നു എൻ്റെ കർത്താവായ. കർത്താവ് ആരുടെയാ? പിള്ളേരും എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവ് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഓരോരുത്തരും പറയണം കർത്താവ് ആരാ? എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ് എന്ന് പറയണം. പൗലോസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ പ്രിയർ, എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ സുവിശേഷം. കണ്ടോ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന. ലേഖനങ്ങളുടനീളം പൗലോസ് എൻ്റെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു എൻ്റെ കർത്താവ്. എത്ര പേർക്ക് അങ്ങനെ പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട്? എൻ്റെ കർത്താവ്. ആ കർത്താവ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവാണ്. ആ കർത്താവ് എവിടെ വസിക്കുന്നെന്നാ പറയുക? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള ചില പരിജ്ഞാനം 1, 2, 3 ഞാൻ പറയട്ടെ. ഒന്ന്, അവൻ പാപം ഇല്ലാത്തവനാണ്. കർത്താവ് ആരാ? ഒരു സ്വോത്രം പറഞ്ഞില്ലല്ലോ. കർത്താവ് ആരാന്നാ പറഞ്ഞേ? പാപമില്ലാത്തവൻ. ഉലകത്തിൽ വന്ന മുഴുവൻ ആളുകളും പാപമുള്ളവരാ. ഇവിടുത്തെ അവതാര പുരുഷന്മാർ, ഇവിടുത്തെ ത്യാഗി വര്യന്മാരെന്നൊക്കെ പറയുന്നവർ, ഇവിടുത്തെ ദാർശനിക പ്രബോധകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാവരും എന്തോ ഉള്ളവരാ. പക്ഷേ യേശുവിൽ എന്തോ ഇല്ല. വാക്യം എവിടെയെന്നറിയാമോ? 1 യോഹന്നാൻ 3:5 വാക്യമാണ്. പാപങ്ങളെ നീക്കേണ്ടതിന് അവൻ വന്നു എന്ന് വായിച്ചിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു, പാപങ്ങളെ നീക്കാൻ വന്നവനിൽ എന്തോ ഇല്ല, പാപമില്ല. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവനിൽ, എനിക്ക് ആ കുഞ്ഞു പ്രയോഗം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ യേശുവിൽ പാപമില്ല. ആ യേശുവിന് വേണ്ടി പാടുന്നതിൽ എന്താ കുഴപ്പം? ആ യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്നതിൽ എന്താ കുഴപ്പം? ആ യേശുവിന് വേണ്ടി കെട്ടുതാലി പൊട്ടിച്ചതിൽ എന്താ കുഴപ്പം? ആ യേശുവിന് വേണ്ടി വിഗ്രഹങ്ങളെ വിട്ടതിൽ എന്താ കുഴപ്പം? ആ യേശുവിന് വേണ്ടി വലിയ പള്ളി വിട്ടതിൽ എന്താ കുഴപ്പം? ഒരു നഷ്ടവുമില്ല. അവൻ പാപമില്ലാത്തവൻ. അതാണ് ക്രിസ്തു പരിജ്ഞാനം. യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന സായിപ്പ് കാശ് തരുമെന്നുള്ളത് കൊണ്ടല്ല, സായിപ്പ് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത് കൊണ്ടല്ല, പള്ളി ഏതാണ്ട് ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ടല്ല. യേശുവിൻ്റെ കൂടെ ആന്തവും കുന്തവും ഇല്ലാതെ ഇറങ്ങിയത് പാപമില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ആ പരിജ്ഞാനം അകത്ത് കിട്ടിയത് കൊണ്ടാണ്. ആ ബോധ്യം അകത്തുള്ളവർ കർത്താവിനെ സ്തുതിക്ക്. യേശു പാപമില്ലാത്തവൻ. ജീസസ് ജീസസ് ജീസസ്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാ. താങ്ക് യു. ഹല്ലേലൂയ. സമയം പോകുന്നുണ്ട്. രണ്ടാമത്തെ കേട്ടോണം. 1, അവനിൽ എന്തോ ഇല്ല, 2, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. യേശു പാപമൊന്നും, സ്തോത്രം. ഞാനോർത്തു അത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഹല്ലേലൂയ പറയുന്ന സാധിക്കാത്ത ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടെ കിടക്കട്ടെ. സ്തോത്രം. യേശു പാപമൊന്നും എന്ത് ചെയ്തില്ല. എവിടെ വാക്യം എന്നറിയാമോ? 1 പത്രോസ് 2:22 വാക്യം. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഏറ്റെടുക്കണം. ഈ പരിജ്ഞാനം നമ്മളെ എന്തോ ആക്കുമെന്നറിയാമോ? ഈ പരിജ്ഞാനം നമ്മൾ ഏറ്റെടുക്കുമ്പം നമ്മളിൽ പാപം ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. മനസ്സിലായോ? പാപത്തോട് ചെറുത്തു നിൽക്കുവാൻ നമ്മൾ പ്രാണത്യാഗത്തോളം ഉറപ്പുള്ളവരായി മാറും. പാപമയമായ ഏത് കാര്യത്തോടും തൻ്റെ ഇടത്തോടെ നോ എന്ന് പറയാൻ കഴിയണം. മനസ്സിലായില്ലേ? പാപമാണെന്ന് ബോധ്യമായാൽ എന്തോ പറയണം അതിൻ്റെ നേരെ. എത്ര ലാഭം ഉണ്ടാക്കുന്നാലും, എത്ര വലിയ കസേര കിട്ടുന്നതായാലും, എത്ര വലിയ നേട്ടമുണ്ടാക്കുന്നതാണെങ്കിലും പാപമാണെന്ന് ബോധ്യമായാൽ നോ എന്ന് പറയാൻ കഴിയുന്നതാണ് ആത്മീക സംസ്കാരം. അപ്പൊ യേശുവിൽ എന്തോ ഇല്ല, പാപമില്ല. യേശു പാപം ചെയ്തിട്ടില്ല. ഇനി കേൾക്കണോ? വേറെ മഹത്തായ മറ്റൊരു ചിന്ത. 3-ാമത്തേത് പറയാം. അവൻ പാപം അറിഞ്ഞിട്ടില്ല. അവൻ പാപം, 2 കൊരിന്ത്യർ 5:21 വാക്യം. 2 കൊരിന്ത്യർ 5:21. അവൻ പാപം അറിഞ്ഞിട്ടില്ല. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി എന്തോ ആക്കി, പാപമാക്കുകയായിരുന്നു. ഇതാണ് ക്രിസ്തു പരിജ്ഞാനം. ഇതാണ് ക്രിസ്തു പരിജ്ഞാനം. ഞാൻ ആരാധിക്കുന്ന, ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ വണങ്ങുന്ന എൻ്റെ പ്രാണനായ ക്രിസ്തു പാപം അറിയാത്തവനായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നെണ്ണമായി വിവരിക്കുന്നില്ല, ചിന്തകൾ മാത്രം പറയുകയാണ്. 4-മതൊരെണ്ണം പറയാം. യൂദായുടെ ഒരു ഒറ്റവരി സുവിശേഷം ഉണ്ട്. അറിയാമോ ഏതാന്ന്?
യൂദ ഒരു സുവിശേഷ പുസ്തകം ഒന്നും എഴുതിയില്ല, മത്തായി എഴുതിയ പോലെ. മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് 28 അധ്യായം, മർക്കോസ് എഴുതിയ സുവിശേഷത്തിന് എത്ര അധ്യായം? 16 അധ്യായം. ലൂക്കോസ് എഴുതിയതിന് എത്ര അധ്യായം? 24 അധ്യായം. യോഹന്നാൻ എഴുതിയതിന് എത്ര അധ്യായം? ആണ്ട മിണ്ടാതിരിക്കുന്നു. 21 അധ്യായം. പാസ്റ്ററുടെ ജാമ്യോ സ്തോത്രം. 4 സുവിശേഷ ഗ്രന്ഥങ്ങൾക്ക് എത്ര അധ്യായം ഉണ്ടെന്നൊക്കെ പഠിക്കണം. ആകപ്പാടെ 1189 അധ്യായമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിന് 50 അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിക്കണം. വെളിപ്പാട് പുസ്തകത്തിന് 22 അധ്യായം. ഓരോ പുസ്തകത്തിന് എത്ര അധ്യായം ഉണ്ടെന്നുള്ളത് എല്ലാവരും കാണാതെ പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ മത്തായി എഴുതിയ ഗ്രന്ഥം 8 അധ്യായം ഒക്കെ ഉള്ളപ്പോൾ യൂദ ഒരു ഒറ്റവരി സുവിശേഷം എഴുതിയിട്ടുണ്ട്. പാസേ, തൂങ്ങിച്ചത്ത യൂദാച്ചൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അല്ലാതെ ലേഖനം എഴുതിയ ഏകാധ്യായ ലേഖനം എഴുതിയ യൂദയുടെ കാര്യമല്ല. യേശുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് സമ്പാദിച്ച് അവസാനം കയറെ തൂങ്ങിയ പുള്ളി ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. പിന്നെ യൂദാച്ചനെ മറക്കാൻ പറ്റുമോ? അദ്ദേഹം ഒരു ഒറ്റവരി സുവിശേഷം എഴുതിയിട്ടുണ്ട്. മത്തായി എഴുതിയ ഗ്രന്ഥത്തെക്കാൾ ഗംഭീരമായ ഒരു ഒറ്റവരി സുവിശേഷം. അതെവിടെയെന്നറിയാമോ? മത്തായി 27:4 മത്തായി 27:4 എന്ന് വായിച്ചേ. യൂദായുടെ ഒറ്റവരി സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വർത്തമാനമാണല്ലോ. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. യേശു ആരാന്നാ യൂദാടെ? യേശുവിന്റെ വംശാവലി പുള്ളി എഴുതുന്നില്ല, യേശുവിന്റെ ജനനം എഴുതുന്നില്ല, യേശുവിന്റെ മരണവൃത്താന്തം എഴുതുന്നില്ല, ഒന്നും എഴുതുന്നില്ല. ഒറ്റ വരി എഴുതുന്നു യേശുവിനെ കുറിച്ച്. എന്തോ എഴുതിയേക്കുന്നേ? കുറ്റമില്ലാത്ത രക്തമാണ് യേശുവിൻ്റെത്. എത്ര ഭംഗിയായ ഒരു ആവിഷ്കാരമാണ് നോക്കിക്കേ. യേശു ആരാ? കുറ്റമില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ. ഹല്ലേലൂയ. അതിന് ഒറ്റവരി സുവിശേഷം എന്നാണ് പറഞ്ഞത്. പാപം ചത്തുകെട്ട് പോയെങ്കിലും നാശയോഗ്യനായി പോയെങ്കിലും പറഞ്ഞു വെച്ച ആ സാധനം ഗംഭീരമാണ്. യേശു എങ്ങനെയുള്ളവൻ? കുറ്റമില്ലാത്തവൻ. അത് യേശുവിൻ്റെ പരിജ്ഞാനം, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ദേ ഈ പാർത്തലത്തിൽ കുറെ കാലം ജീവിച്ചിവിടുന്ന് യാത്രയാകുമ്പോൾ ആളുകൾ പറയണം, ഓ എന്നാ നല്ല വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അവർ കണ്ണ് നിറയ്ക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഒരു കുറ്റവും ആർക്കും ഒരു ദോഷവും പറയാനില്ലാത്ത വ്യക്തിത്വം സൂക്ഷിച്ച ആളെന്ന് നമ്മൾ എത്ര പേരെ കുറിച്ച് പറയും? നമ്മളെക്കുറിച്ച് എത്ര പേര് പറയും? ആരാധന കൊള്ളാം, പാട്ട് കൊള്ളാം, താളം കൊള്ളാം, മേളം കൊള്ളാം, പക്ഷേ അടുക്കാൻ കൊള്ളത്തില്ലായിരുന്നു എന്നാണോ നമ്മളെക്കുറിച്ചുള്ള പ്രകൃതം? ഒറ്റിക്കൊടുത്ത് കാശുണ്ടാക്കിയവനും പറയുകയാണ് അവൻ ആരായിരുന്നു? കുറ്റമില്ലാത്തവനായിരുന്നു. അടുത്തൊരു സഹോദരിയുടെ ഒറ്റവരി സുവിശേഷം ഉണ്ട്, അറിയാമോ? പീലാത്തോസിന്റെ ഭാര്യ. ഭാര്യയ്ക്ക് വിവേകമുണ്ട്, ഭർത്താവിന് വിവേകം ഇല്ല. മനസ്സിലായോ? ഒന്നേ അച്ഛനും ബോധം വേണം, അല്ലെ അമ്മാമിക്ക് ബോധം വേണം. രണ്ടുപേരും കൂടെ ബോധം ഇല്ലാത്തവരായാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ആ കുടുംബം അതുകൊണ്ട് ദൈവം എല്ലാം ക്രമീകരിച്ചേ ചെയ്യത്തുള്ളൂ. ഭർത്താവിന് ബോധം ഇല്ലെങ്കിൽ ആർക്ക് ബോധം കൊടുക്കും? ഭാര്യയ്ക്ക്. ഭാര്യയ്ക്ക് ബോധം ഇല്ലെങ്കിലോ ഭർത്താവിന് ബോധം. രണ്ടുപേർക്കും കൂടെ ബോധം ഉണ്ടായാൽ ആകപ്പാടെ കുഴപ്പമാവും. രണ്ടുപേർക്കും കൂടെ ബോധം ഇല്ലെങ്കിലും കുഴപ്പമാവും. അതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഉണ്ടാകണം ബോധം. ആർക്കാന്നറിയോ? പീലാത്തോസിന്റെ ഭാര്യ. 19 വാക്യം വായിച്ച് 27:19 നോക്കിക്കേ. പീലാത്തോസിന്റെ ഭാര്യ യേശുവിനെ കുറിച്ച് ഒറ്റവരി സുവിശേഷം പറയുന്നുണ്ട്. 27:19. അവൻ ന്യായസത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ, ആ നീതിമാന്റെ കാര്യം. അപ്പൊ യേശു ആരാണെന്ന് അവക്ക് കിട്ടിയ പരിജ്ഞാനം? നീതിമാനാണെന്ന. സ്വതന്ത്രം. നാബാലിന് ബോധമില്ലെന്നുള്ളത് ഭാര്യയ്ക്ക് അറിയാം. നാബാല് ബോധമില്ലാത്ത ഭർത്താവാ. ആ ബോധമില്ലാത്ത ഭർത്താവിന് ബോധമുള്ളൊരു ഭാര്യ ആരാ? നാബാലിന്റെ ഭാര്യ ആരാന്ന് പറ, പടന്ന് പറ. ഭാര്യമാര് പറ, ആരാ? അബിഗൈൽ. നാബാൽ എന്ന് പറയുന്ന ഭർത്താവിന് എന്തോ ഇല്ല, ബോധമില്ല. പക്ഷെ ഭാര്യയ്ക്ക് എന്തോ ഉണ്ട്, ബോധമുണ്ട്. മനസ്സിലായോ? യോബ് എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യന് ബോധമുണ്ട്, ഭാര്യയ്ക്ക് എന്തോ ഇല്ല, ബോധമില്ല. അതുകൊണ്ടാ ഭർത്താവ് പരസ്യമായിട്ട് പറയാം, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ. ഇങ്ങനെ കുറെ ദാമ്പത്യമുണ്ട് നമ്മുടെ വേദോത്സവത്തിൽ. മനസ്സിലായോ? ഇതിലെടുത്ത് വെച്ചോണ്ട് നമ്മുടെ ദാമ്പത്യം എങ്ങനെ ഉണ്ടെന്നോട് പഠിക്കണം. അച്ഛനാണ് ബോധം, അമ്മാമ്മയ്ക്കാണ് ബോധം. ആർക്ക് ബോധത്തിൻ്റെ അവാർഡ് വാങ്ങി തരാൻ പറ്റുമെന്നുള്ളത് വിജിപ്പാസയിൽ ഒരു അവാർഡുണ്ട്. ബോധമുള്ള ഭർത്താവിന് കൊടുക്കാൻ, ബോധമുള്ള ഭാര്യയ്ക്ക്. അത് ആര് വാങ്ങിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം. പ്രൈസ് ദ ലോർഡ്. അവസാനം തപ്പി നടന്നിട്ട് അവാർഡ് വിജിപ്പാസ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകരുത്. ഓക്കെ. അപ്പം ഇയ്യോബിന് ബോധമുണ്ട്, ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഇല്ല, ബോധം. അബീഗലിന് ബോധമുണ്ട്, അബീഗലിൻ്റെ ഭർത്താവിന് എന്തോ ഇല്ല. പീലാത്തോസിന് ബോധമില്ല, പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഉണ്ട്. അദ്ദേഹം എടുത്തിയാടി വല്ല വിധിപ്രസവം നടത്തിയ നീതിമാന്റെ രക്തത്തിൽ പങ്കാളിയായി കഴിഞ്ഞാൽ കുഴപ്പം, കുടുംബം ഇല്ലാതെയാകും. അതുകൊണ്ട് അവൾ ആള് വിട്ടു പറയിക്കുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, പഠിച്ചോണം. അപ്പോൾ ഇതെല്ലാം ഒറ്റവരി സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വപൂർണ്ണമായ ചിന്തയാണ്. മറന്നു പോകരുത്. ഒടുക്കൽ യേശുവിൻ്റെ കൂടെ ക്രൂശിച്ച കള്ളൻ്റെ ഒരു പരിജ്ഞാനമുണ്ട്, കള്ളൻ്റെ ക്രിസ്തു പരിജ്ഞാനം. അത് ലൂക്കോസ് 23:42 വാക്യം. 23:42 പറയുന്നു, ഇവൻ രാജാവായി മടങ്ങി വരേണ്ടവനാ. ഈ 3 ആണികൾ മേൽ തൂങ്ങിക്കിടക്കുന്നവൻ ആരാ?
രാജാവായി മടങ്ങി വരേണ്ടവൻ മടങ്ങി വരുമ്പോൾ എനിക്കൊരു പുനരുത്ഥാനമുണ്ട്. ആ വാക്യം കിട്ടിയോ? യേശുവേ നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെയും കൂടെ എന്ത് ചെയ്യണേ, ഓർക്കണമേ എന്ന് പറഞ്ഞു. അതിനകത്ത് ഗ്രേറ്റ് തിയോളജി 3 എണ്ണം ഉണ്ട്, അത് പഠിച്ചോണം. ആ ഒറ്റ വാചകത്തിനകത്ത് 3 തിയോളജിയുടെ ഭയങ്കരമായ ചിന്തയുണ്ട്. എന്താണെന്നറിയോ? 1, അങ്ങ് രാജാവാണ്, യേശുവിൻ്റെ രാജത്വം. 2, രാജാവായിട്ട് എന്ത് ചെയ്യേണ്ടവനാ? മടങ്ങി. അത് യേശുവിൻ്റെ പുനരാഗമനമാണ്. നീ മടങ്ങി വരേണ്ടവനാ. രാജാവായി സ്വർഗത്തിൽ കഴിയേണ്ടവനല്ല, എവിടെ വരണം? തിരിച്ചു വരേണ്ടവൻ, പുനരാഗമിക്കുന്നവൻ. 1 രാജ്യത്വമുള്ള യേശു, 2 പുനരാഗമിക്കുന്ന യേശു. 3-ാമത്തെ ചിന്ത എന്താണെന്നറിയാവോ? പുനരാഗമിക്കുമ്പോൾ മരിച്ചവർക്കൊരു പുനരുത്ഥാനമുണ്ട്. അന്നേരം എന്നെയും കൂടെ തട്ടി ഉണർത്തണേ എന്നാണ് കള്ളം പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ രാജ്യത്വം, യേശുവിൻ്റെ പുനരാഗമനം, യേശുവിലൂടെയുള്ള പുനരുത്ഥാനം, ഇത് 3 ആർക്ക് കിട്ടിയിട്ടുണ്ട്? കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന് കിട്ടിയിട്ടുണ്ട്. യേശു പറഞ്ഞ കുഞ്ഞ്, ഇത്രയും പരിജ്ഞാനം നിനക്കുണ്ടെങ്കിൽ ഞാൻ വരുന്നിടം വരെ കാത്തിരിക്കണ്ട, ഇപ്പോഴേ കയറിക്കോ എന്നോട് പരദീസായിൽ. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിലൂടെ ആത്മീക പരിജ്ഞാനം നേടുന്നവരെ ദൈവത്തിന് വേണം. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി കർത്താവിന് ഉപയോഗിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ! അപ്പൊ ഫിലിപ്പിയ ലേഖനം നൽകുന്ന പരിജ്ഞാനം ഏത് പരിജ്ഞാനമാ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അടുത്തത് ഇഷ്ടത്തിൻ പരിജ്ഞാനമാണ്. അത് പറഞ്ഞങ്ങ് നിർത്തുകയാണ് ഞാൻ. കൊലോസ്യ ലേഖനം 1:10 വാക്യം. കൊലോസ്യ ലേഖനത്തിലെ പരിജ്ഞാനമാണ് ഇഷ്ടത്തിൻ പരിജ്ഞാനം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അതല്ല, അതെത്ര വായിക്കുന്നത്? 1:10. കൊലോസ്യർ 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. 9-ാം ദിവസത്തിലെത്തി നിൽക്കുന്ന സകല ദൈവമക്കളും, ദൈവദാസന്മാർ, ദൈവദാസിമാർ എല്ലാവരും അറിയും. 1-ാമത് നമ്മൾ പ്രാപിക്കേണ്ടത് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, എഫെസ്യ ലേഖനം 1:17. 2-ാമത് നമ്മൾ പ്രാപിക്കേണ്ടത് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഫിലിപ്പിയർ 3:8. 3-ാമത് നമ്മൾ പ്രാപിക്കേണ്ട പരിജ്ഞാനമാണ് ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്തുവാ, ഞാൻ എന്താകണം, ഞാൻ എവിടെയാകണം, ഞാൻ ആരോടുകൂടെ ആകണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് നമ്മളല്ല തീരുമാനിക്കണം. ആര് തീരുമാനിക്കണം? അതാണ് ദൈവഹിതത്തിൻ്റെ ഇഷ്ടം. ദൈവ ഇഷ്ടത്തിൻ നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയോ? നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാക്കി അങ്ങ് മാറ്റുക. നമുക്കതാ ഇഷ്ടം. ദൈവം നമ്മുടെ കൂടെ എന്തോ ഇതോണം, നിന്നോണം. കർത്താവേ ഞാൻ കോഴഞ്ചേരി വരെ പോവുകയാണെന്നും പറഞ്ഞ് കഥകും പൂട്ടി നമ്മളങ്ങ് ഇറങ്ങുക, കാത്തോണേ എന്നും പറഞ്ഞു. കോഴഞ്ചേരി ഞാൻ പോയിക്കോട്ടെ എന്ന് കർത്താവിനോട് ചോദിച്ചോ? അതല്ലേ ഹിതം? ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? കർത്താവേ ഞാൻ കോഴിക്കോട് വരെ പോവുകയാണെ കാത്തോണേ, ഞാൻ വരുന്നിടം വരെ വീട് കാത്തോണേ. കർത്താവ് എന്നെ നേപ്പാളി സെക്യൂരിറ്റിയാണ്. കർത്താവിനോട് ചോദിക്കാം, നീ പോകുന്നിടത്തെല്ലാം വീട് കാക്കാനും ഉള്ളതെല്ലാം കാക്കാനും, കർത്താവേ ഞങ്ങൾക്ക് കോഴിക്കോട് വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, തിരുഹിതമാണോ എന്ന് ഞങ്ങളോട് സംസാരിക്കണേ. അങ്ങനെ പറയാറുണ്ടോ? ദൈവഹിതം ഇന്നതെന്ന് എന്തോ ചെയ്യണം? തിരിച്ചറിയണം. അതാണ് ഇഷ്ടത്തിൻ പരിജ്ഞാനം. നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്തോ ചെയ്യരുത്, കൂട്ടിക്കെട്ടരുത്. ഒരു യൂത്ത് ക്യാമ്പ് നടക്കുക. ഒരു കഥ കൂടെ പറഞ്ഞ് നിർത്താം. ഒരു യൂത്ത് ക്യാമ്പ് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു പാസ്റ്റർ വന്നു. പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. 15 വയസ്സ് ആയാൽ ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും അവരവരുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. 15 വയസ്സ് മുതൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരെങ്കിലുമൊക്കെ വന്ന് കയറാതെ ജീവിതം അനുഗ്രഹമായിരിക്കും. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വീട്ടിലൊരമ്മ മോളെ ശ്രദ്ധിച്ചപ്പം ഭയങ്കര മാറ്റം. ചുമ്മാ മൊബൈലിൽ തോണ്ടി ഇരുന്നവൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അവധിക്കാലം മുഴുവനും TV കണ്ട് മൊബൈൽ ഫോണിൽ മാത്രം കളിക്കുന്ന കൊച്ച് ഇപ്പോൾ ഭയങ്കര ആത്മീയം. തള്ള ശ്രദ്ധിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഇവിടെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാൻ അമ്മ പതിയെ അരികിൽ ചെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നി. ആ പ്രാർത്ഥനയിൽ ഒരു വിഷയമാണ്, കർത്താവേ എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ തരണേ. അമ്മ ഞെട്ടിപ്പോയി. 15 വയസ്സുള്ള കൊച്ച് പ്രാർത്ഥിച്ച കേട്ടിട്ട് അമ്മ ഞെട്ടിപ്പോയി. എന്നാലും യൂത്ത് ക്യാമ്പിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അമ്മ ശ്രദ്ധിച്ചു, ഓരോ പ്രാർത്ഥനയും ശ്രദ്ധിച്ചു. 2-ാം ദിവസം പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ അമ്മ വരണ്ടു പോയത് എന്താണെന്നറിയോ? കർത്താവേ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ എനിക്ക് വേണ്ട, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളിനെ തന്നെ. ഓ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. 3-ാം ദിവസം അമ്മ ശ്രദ്ധിച്ചപ്പോൾ കർത്താവേ ഈ കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ കേരളത്തിലൂടെ നടക്കുന്ന ആരെ എനിക്ക് വേണ്ട, നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളിനെ. അമ്മയ്ക്ക് അഭിമാനം അങ്ങ് തിളച്ചു. അടുത്ത ദിവസം പ്രാർത്ഥിക്കുക,
വിവിധ സുവിശേഷ വിരോധികളുടെ മുൻപിൽ പതറാതെ നിൽക്കുന്ന ഒരു കർത്തൃദാസനെ എനിക്ക് തരണേ കർത്താവേ. അടുത്ത ദിവസം പ്രാർത്ഥിക്കുക. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ വേണ്ട കർത്താവേ, എനിക്കങ്ങ് ഹരിയാന ഡൽഹി ബോർഡറിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെ വേണേ എന്നായി. അമ്മയ്ക്ക് അന്നേരം മുതൽ എന്തോ സംഗതി മണത്തു. സ്തോത്രം. അടുത്ത ദിവസം അമ്മ കേട്ട് ബോധം കെട്ടുപോയത്, കർത്താവേ അങ്ങനാണെങ്കിൽ ഹരിയാന ഗുരുകോണിൻ്റെ അരികിലായിട്ട് പ്രവർത്തിക്കുന്ന സാമച്ചാനെ തന്നെ എനിക്ക് തന്നാൽ എന്നാ കുഴപ്പം. ഒരു സാമച്ചാനെ ഇവള് ഓൾറെഡി എന്തോ ചെയ്തിട്ടുണ്ട്, അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സാമച്ചാനെ കാണിക്കാൻ ഇവള് കേരള എക്സ്പ്രസിൽ കർത്താവിനെ കെറ്റിക്കൊണ്ട് പോവുക. ഇങ്ങനെ നമ്മുടെ ഈ ടൈപ്പ് പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, ദൈവഗീതമുള്ള പ്രാർത്ഥനയല്ല. കർത്താവ് നിനക്കിഷ്ടമുള്ളത്, നിനക്കിഷ്ടമുള്ള ഇടത്ത്, നിനക്കിഷ്ടമുള്ളത് പോലെ അങ്ങനൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ദൈവഹിതപ്രകാരമുള്ള. അപ്പൊ ദൈവ ഇഷ്ടത്തിൽ പരിജ്ഞാനം. ഫിലോമോന്റെ ലേഖനം 5-ാം വാക്യത്തിൽ നന്മയുടെ പരിജ്ഞാനം. നന്മയുടെ പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു പരിജ്ഞാനമുണ്ട്. ഫിലോമോന്റെ ലേഖനം 5-ാം അധ്യായം, 5-ാം അധ്യായമല്ല 5-ാം വാക്യം, ഏകാധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നമ്മളിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനം. ഫിലോമോന്റെ ലേഖനം 5-ാം വാക്യത്തിൽ അങ്ങനെയാ. എന്താ പറയുക? നന്മയുടെ പരിജ്ഞാനം. മറ്റുള്ളവൻ്റെ കഷ്ടതയിൽ, ദുഃഖത്തിൽ, ഇല്ലായ്മയിൽ, വല്ലായ്മയിൽ, അവൻ്റെ ഏകാന്തതയിൽ അവൻ ഒറ്റപ്പെടുമ്പോൾ, അവൻ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ കൂടെ നിൽക്കാൻ പറ്റണം. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവൻ്റെ മുറിവ് കഴുകണം. അവൻ്റെ വായിൽ വെള്ളം കൊടുക്കണം. അവൻ ആരാ, ജാതി, ഇനം, കുലം, കുടുംബം ഒന്നും നോക്കണ്ട. അവൻ ആദിവാസിയോ അവസാനവാസിയോ എന്നൊന്നും നോക്കണ്ട. അവൻ ക്രിസ്ത്യാനിയോ ഹൈന്ദവനോ മുസൽമാനോ ഒന്നും നോക്കണ്ട. മുറിവേറ്റവനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു നന്മയുടെ പരിജ്ഞാനം, മറ്റൊരു നല്ല ശമര്യക്കാരനാകാൻ കഴിയുന്ന ഒരു പരിജ്ഞാനം. മനസ്സിലായില്ലേ? നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, എല്ലാവരെയും ക്രിസ്തു സ്നേഹത്തിൽ ചേർക്കാൻ കഴിയുന്ന, ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി സകലരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പരിജ്ഞാനം. അതാണ് നന്മയുടെ പരിജ്ഞാനം. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വായിച്ച വാക്യം എവിടെ കിടക്കുന്നു? അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വൈകിട്ടാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുക. വൈകിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. 4 പരിജ്ഞാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്.